ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يعلموا أنما الحياة الدنيا لعب ولهو وزينة وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان. وقال النبي صلى الله عليه وسلم: إن الدنيا حلوة خضرة فإن الله مستخلفكم فيها فينظر كيف تعملون. فاتقوا الدنيا واتقوا النساء وإن أول فتنة بني إسرائيل كانت في النساء أو كما قال عليه الصلاة والسلام. ബഹുമാനമുള്ള നിങ്ങളുടെ സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ തിന്മകളെയും നന്മകളാക്കാൻ പടച്ചവനെ കാരണമാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മുടെ ഭൂമിയിലേക്ക് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ അയച്ചതാണ്. ആഖിറത്തിലേക്ക് ഒരുങ്ങാൻ വേണ്ടി അയച്ചതാണ്. ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ് യഥാർത്ഥത്തിൽ ഭൂമി, ദുനിയാവിലെ ജീവിതമാണ്. 50, 60, 70 കൊല്ലത്തെ ജീവിതം തന്നത് ഇവിടെ ജീവിച്ച് തീർക്കാനല്ല, ആഖിറത്തിലേക്ക് ഒരുങ്ങാനുള്ളത്. ഒരു കർഷകൻ അയാൾക്കുള്ള വയലിൽ അയാൾ ഉഴുത് മറിച്ച് അയാൾ അധ്വാനിക്കുന്നത് ഭൂമിയിലാണെങ്കിലും അയാൾ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് വിളവുണ്ടാവലാണ്. അതിൽ നിന്ന് വിളവെടുക്കണം, അതിൽ വിത്ത് വിതറി അതിനെ വളർത്തി വലുതാക്കി അതിൽ നിന്ന് വിളവെടുക്കണം. അല്ലാണ്ട് വയലിൽ മണി മുഴുവൻ വയലിലാണ് കാണുന്നത്, പക്ഷേ അയാൾ എടുക്കുന്നത് അയാൾ ആ വിളവാണ്. അതാണ് അയാൾ ആഗ്രഹിക്കുന്നത്. ഇതേപോലെ മുഅ്മിൻ ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത് പോലെ നമുക്ക് തോന്നും, പക്ഷെ അവന്റെ യഥാർത്ഥ വിളവെടുക്കുന്നത് ആഖിറത്തിലാണ്. ഇവിടെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആഖിറത്തിലെ വിജയപരാജയങ്ങൾ. കുടുംബ മഹിമന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെന്തിന്റെങ്കിലും പേരിലോ ഒന്നും ആഖിറത്തിൽ മനുഷ്യനെ പരിഗണിക്കപ്പെടുന്നില്ല. മനുഷ്യനാകെ പരിഗണിക്കപ്പെടുന്നത് അവന്റെ ഈമാന്റെയും അമലിന്റെയും അടിസ്ഥാനത്തിലാണ്. അതാരുണ്ടാക്കിയാലും അവർ വിജയിക്കും. ആര് ഈമാനും അമലുണ്ടാക്കിയാലും അവർ വിജയിക്കും. അത് അള്ളാഹുവിന്റെ തർത്തീബാണ്, അവന്റെ രീതി അതാണ്. അത് നബിയുടെ മോനാണ്. അവന്റെ ഈമാനും അമലും ഇല്ലെങ്കിൽ അയാൾ പരാജയപ്പെടും. ഏറ്റവും വലിയ തമ്മാടിന്റെ ഭാര്യയാണ്, അവളെ ഈമാനും അമലും ഉണ്ടെങ്കിൽ അവർ രക്ഷപ്പെടും. ഏറ്റവും ഈമാനുള്ള ഏറ്റവും ഉയർന്ന നബിന്റെ ഭാര്യയാണ്, അവരുടെ ഈമാനും അമലും ഇല്ലെങ്കിൽ അവർ പരാജയപ്പെടും. സത്യത്തിൽ നബിന്റെ ഭാര്യയാണോ ശത്രുവിന്റെ ഭാര്യയാണോ അല്ലെങ്കിൽ അള്ളാഹിനെ ധിക്കരിച്ചവന്റെ ഭാര്യയാണോ ഒന്നും അള്ളാഹ് നോട്ടില്ല. ആണായാലും പെണ്ണായാലും ഈമാനും അമൽ സാലിഹത്ത് ആരെയും വേണ്ടിയിട്ടോ ഉറക്കെ രക്ഷപ്പെടും. നബിന്റെ മകനായാലും കുഴപ്പമില്ല. ഇത് അല്ലാഹു തആല ഖുർആനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഭൂമിയിലുള്ള നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ പരിശ്രമം, ഈമാനും അമലും ഉണ്ടാക്കലാണ്. ഇത് മനുഷ്യർക്ക് മനസ്സിലായി കിട്ടുക എന്നുള്ളത് വലിയ കാര്യമാണ്. നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ദുനിയാവിന്റെ വസ്തുക്കൾ സ്വരൂപിക്കലാണ് നമ്മളെ മെയിൻ പരിപാടി. എന്നിട്ട് അതിലൂടെ സുഖമായി ജീവിക്കുക. എത്രത്തോളം മനുഷ്യർ അബദ്ധം ചെയ്യില്ല പറഞ്ഞാൽ 50, 60, 70 കൊല്ലൊക്കെ ഫുൾ അധ്വാനിക്കുക, സുഖിക്കാതെ, ഒന്ന് മര്യാദയ്ക്ക് തിന്നാതെ, ഒന്ന് നല്ല പോലെ ഉറങ്ങാതെ അധ്വാനിക്കുക. എന്നിട്ട് 70 കഴിഞ്ഞാൽ പിന്നെ രോഗിയായിട്ട് തിന്നാനും പറ്റാതായി അവസാനം ആ സ്വത്ത് ഇവിടെ ഇട്ടിട്ട് പോവുക. ഈ അബദ്ധം വരെ മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കും. ഇതൊന്നൊരു അബദ്ധമായിട്ട് നമുക്ക് തോന്നുന്നും കൂടി ഉണ്ടാവില്ല. കാരണം നമ്മൾ വന്നത് തന്നെ ജോലി ചെയ്യാനല്ലേ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്.
നമ്മൾ വന്നതിന്റെ ലക്ഷ്യം മാറിപ്പോയതാണ്. നമ്മൾ അള്ളാഹ്ക്ക് അമൽ ഇബാദത്ത് ചെയ്യാൻ അമൽ ഉണ്ടാക്കാനാണ് വന്നത്. ആര് ഈമാൻ അമൽ ഉണ്ടാക്കിയോ അവരാണ് രാജാക്കന്മാരെന്നാണ് അക്ഷരയിലെ രാജാക്കന്മാരവരാണ്. അവർ ഏറ്റവും ഉയർന്ന അവസ്ഥയിലുണ്ടോ ഈമാൻ അമലുണ്ടാവും. ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. മൻ അമില സാലിഹൻ, ആരെങ്കിലും അമൽ ചെയ്താൽ, സാലിഹായ അമൽ ചെയ്താൽ, വഹുവ മുഅ്മിൻ, ഈമാനുള്ള അവസ്ഥയിൽ, മിൻ ദക്കരിൻ ഔ ഉൻസ, ആണായാലും അള്ളാഹ് കുഴപ്പമില്ല, പെണ്ണായാലും ആണുങ്ങൾക്ക് വേറെ തരത്തിലാണ്, പെണ്ണുങ്ങൾ വാങ്ങുന്നില്ല. ഈമാൻ അമൽ സാലിഹത്ത് ആരെങ്കിലും അവർ ഈ മുഅ്മിനായ അവസ്ഥയിലാണെങ്കിൽ ഈമാനും അമൽ സാലിഹത്തും അത് റെഡിയാക്കി, എന്നാൽ പല നബി എന്നോ ഹയാത്തും തയ്യിബ, ഭൂമിയിൽ ഒരു സമാധാനമുള്ള ജീവിതം നോക്കരുത്. ഇത് അള്ളാന്റെ ഓഫറാണ്, ഇത് പക്കി ബാത്താണ്, ഇതിൽ സംശയമില്ല. ഈമാൻ അമൽ സാലിഹത്തുള്ള ആൾക്ക് സമാധാനം ഉണ്ടാവും. നമ്മൾ നോക്കുമ്പോൾ സമാധാനം ഉണ്ടാവില്ല. എന്താ കാരണം? നമ്മൾ നോക്കുന്നത് വലിയ കാറുണ്ടോ, നമ്മൾ നോക്കുന്നത് വലിയ വീടുണ്ടോ, നമ്മൾ നോക്കുന്ന ആ മക്കൾ വലിയ സത്യപ്പിലാണുള്ളത്, നമ്മൾ നോക്കുന്ന അയാളുടെ കുപ്പായത്തിന്റെ ബ്രാൻഡ് ഏതാണ്, നമ്മളൊക്കെ നോക്കുന്ന അയാൾ പറ്റിയ വാച്ചിന്റെ ബ്രാൻഡ് ഏതാണ്, ഇതൊക്കെ നമ്മൾ നോക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സുഖം പരാജയമൊക്കെ തീരുമാനിക്കുന്നത്. ചെറിയ കുടിലിൽ ജീവിക്കുന്ന ആളായിരിക്കും, ഉടുതുണിക്ക് മറുതുണി ഉണ്ടാവില്ല, പക്ഷെ സമാധാനത്തിനാണ്. സഹാബാക്കൾ അവര് ഈ അവസ്ഥയിൽ ഉണ്ടായിരുന്നത്, പക്ഷെ അവർ ഭയങ്കര ആസ്തിയുണ്ട്. ഈ കാലഘട്ടത്തിലും അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. നമ്മുടെ ആ കാലഘട്ടം എല്ലാ കാലഘട്ടത്തിലും അല്ലാന്റെ നിയമം ഒന്നാണ്, ഈമാൻ അമൽ സാലിഹത്ത്. അത് നല്ല സജീവമായിട്ട് ഉണ്ടാക്കുക. നല്ല അമൽ സാലിഹത്തുള്ള മനുഷ്യൻ ഭയങ്കര ആദ്യത്തിലുണ്ടാവും. അതിന്റെ അർത്ഥം അയാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നല്ല, അയാൾ ഭാര്യതൊക്കെ തലയിലേക്കുണ്ടായി, അയാൾ ഇറങ്ങാറാക്കുന്നുണ്ടാവും, അയാൾ മക്കളെ അയാൾ ഇറങ്ങാറാക്കുന്നുണ്ടാവും, ചിലപ്പോൾ അയാൾ വീട്ടില് കുടുംബങ്ങളെ അയാൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടാവും, അയാൾ നാട്ടുകാരെ അയാൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടാവും. അയാൾ എന്ത് സുഖം പിന്നെ ഇല്ലല്ലോ, അയാൾക്കൊരു സുഖമുണ്ട്. എന്താണ് ആ സുഖം? അയാളെ റബ്ബിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാളെ റബ്ബിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. യജമാനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു മനുഷ്യന് ഏറ്റവും വലിയ സമാധാനം. എന്താ അയാൾ ഭാര്യ ഭയങ്കര സ്ട്രോങ് ആണല്ലോ, അല്ലെങ്കിൽ എതിർപ്പാണല്ലോ, ഒരു തെറ്റിപ്പോലാണല്ലോ, ഒരു പ്രശ്നം ഉണ്ടാക്കണല്ലോ, അയാൾ മക്കൾ തലയിൽ അയാളെ ബാധിക്കുന്നത്. കാരണം അയാളെ തന്ത അയാൾ അള്ളാഹുവില്ല, അതാണ് അയാൾ നോക്കുന്നത്. നമ്മൾ ഇതൊക്കെ ഇങ്ങനെ പുറത്തുകൂടെ നോക്കിയിട്ട് അയാളെ സുഖം ഇയാളെ സുഖം എന്നൊക്കെ പറയണം, എന്ത് സുഖമായി. അതുകൊണ്ട് ഹൃദയത്തിൽ ഉണ്ടാകുന്ന സമാധാനമേ നാളെ മരിച്ചു ചെന്നാൽ ഏറ്റവും വലിയ റാഹത്ത്. അതുകൊണ്ട് ഈമാൻ അമൽ സാലിഹത്താണ് നമുക്ക് ഉണ്ടാക്കാനുള്ളത്. അതാരുണ്ടാക്കാനുള്ളത്? നൂഹ് അലൈഹി സ്വലാമിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ കൂടെ നിന്നില്ല, ഈമാൻ ഉണ്ടാക്കിയില്ല, അമൽ ഉണ്ടാക്കിയില്ല. അള്ളാഹു തആല പറഞ്ഞ ഒരു നരകവാസിയാണ്. ലൂത്ത് അലൈഹി സ്വലാമിന്റെ ഭാര്യനെ പറ്റി പറഞ്ഞു, നബിന്റെ കൂടെ ജീവിക്കാൻ അള്ളാഹ്ക്ക് പ്രശ്നമില്ല. നരകത്തേക്ക് പ്രവേശിക്കുന്ന ആളെ കൂട്ടത്തിൽ അവരോട് പ്രവേശിക്കാൻ പറയുന്നു. നൂഹ് അലൈഹി സ്വലാമിന്റെ മകൻ, ഭാര്യ പോട്ടെ, മകൻ സ്വന്തം ചോരല്ലേ, മകന്റെ കാര്യത്തിൽ അള്ളാഹു എടുത്ത നിലപാടൊക്കെ നോനെ പിന്നെ മോനെന്ന് പറയുന്നത് പോലെ ഈമാനും അമലും ഇല്ലെങ്കിൽ ഒരു പരിഗണനയില്ല. എന്നാ ഫിറൗന്റെ ഭാര്യ ഇത്ര നശം പിടിച്ചവൻ അനറബുക്കുലാലെന്ന് പറഞ്ഞ ആളാണ്, അയാളെ കൂടെ ജീവിച്ചോളാണ്, ഓളെ കൂടാൻ പറ്റില്ല. അങ്ങനെ അള്ളാഹു ഏറ്റവും നല്ല ഈമാനുള്ള സ്ത്രീയെ പറ്റി പറഞ്ഞാൽ ഒന്ന് ഇമ്രാത്ത ഫിറൗനാണ്. നമ്മൾ എന്താണ് ഇതൊന്ന് പഠിക്കേണ്ടത്? ഇതാരും ബന്ധത്തിന്റെ പേരിലല്ല, അവരുണ്ടാക്കുന്ന ഈമാൻ അമൃതാൻ. എന്റെ വാപ്പ ഔലിയായിരുന്നു അതിന്റെ പേരിൽ ഞാൻ രക്ഷപ്പെടില്ല, എന്റെ മോ സാലിഹാണ് മുത്തക്കിയാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ രക്ഷപ്പെടില്ല. എന്റെ ഈമാനും അവർ ഞാനാണ് ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു മനുഷ്യരെ ഭൂമിയിലേക്ക് അയച്ചത്. ഇതൊരു പരീക്ഷണമാണെന്ന് ഖുർആൻ പല തവണ പറയുന്നത്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു. ആദ്യം അള്ളാഹു പറഞ്ഞ മരണമാണ്, നിങ്ങൾ മരണത്തെ സൃഷ്ടിച്ചതും ഖലഖൽ മൗത വൽ ഹയാത, ജീവിതത്തെ സൃഷ്ടിച്ചതും ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നല്ല അമൽ ചെയ്യുന്ന ആളാണ്, നിങ്ങളിൽ ഏറ്റവും നല്ല ബാങ്ക് ബാലൻസ് ഉള്ള ആളാരാണ്, നിങ്ങൾ ഏറ്റവും വലിയ സെറ്റപ്പിൽ ജീവിച്ച ആളാരാണ്, നിങ്ങളിൽ ഏറ്റവും വലിയ അധികാരം ഉണ്ടായിരുന്ന ആളാരാണ്, നിങ്ങളിൽ അംഗീകാരം ഉണ്ടായിരുന്ന ആളാരാണ്, ഒന്നും നോക്കാനല്ല. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ലിയബ്ലുവക്കും അയ്യുക്കും അക്സറു അമല എന്നല്ല പറഞ്ഞിട്ടില്ല, അഹ്സനു അമല എന്നാണ് പറഞ്ഞത്. അക്സറു അമല പറഞ്ഞാൽ കൂടുതൽ അമൽ ചെയ്യുന്ന ആരാണ് എന്ന് നോക്കാനല്ല അല്ല വിട്ടത്. പിന്നെന്ത് നോക്കാനാ വിട്ടത്? അഹ്സനു അമല, ഏറ്റവും നല്ല അമൽ ആരാണ് ചെയ്യുന്നത്. നല്ല അമൽ എന്ന് പറഞ്ഞാൽ നബിയുടെ സഹാബങ്ങളും സഹാബാക്കളും ചെയ്ത അമൽ, അതാരാണ് കൂടുതൽ ചെയ്യുന്നതെന്ന് പരീക്ഷിക്കാൻ, അത് പരീക്ഷിക്കണം. ആ പരീക്ഷ നടന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ദുനിയാവ് ഇതിന്റെ അലങ്കാരം വെച്ചിട്ടുണ്ടാവും. ഇന്നാ ജഅൽനാ മഅലല്ലാഹി സീനത്തല്ല ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. അവസരത്തോട് കേൾപ്പിലൊന്നോ പറഞ്ഞു, ഇന്നാ ജഅൽനാ മഅലല്ലാഹി സീനത്തല്ല,
ഭൂമിയുടെ തൊലിപ്പുറത്തുള്ളതൊക്കെ അതിനെ അലങ്കാരാക്കി. അലങ്കരിക്കുന്ന ആളാരാ അറിയുന്നത്? ആരാ? അല്ലാഹു ആണ്. അതുകൊണ്ട് അതിനെ കവച്ചു വെക്കാനുള്ള ഒരു ഇന്ത്യൻ ഡിസൈനിങ്ങോ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ട് ഒന്നും ഇവിടെ ലോകത്ത് ഉണ്ടാവില്ല. അതിന് മനുഷ്യൻ കുടുങ്ങാതിരിക്കില്ല. കാരണം വിഷം വെച്ചിരുന്ന ആരാണ് പറയും? അള്ളാഹു കെണി വെക്കുകയാണ്. അത് പിന്നെ എന്തായാലും കുടുങ്ങാക്കലെങ്ങനെ? കാരണം അടിമകളുടെ ഫുൾ പൾസ് അറിയുന്ന ആളാണ് ആര്? അതിനനുസരിച്ചുള്ള കെണിയാണ് ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് അള്ളാഹു പറയാൻ ഞാനൊരു കെണി ഉണ്ടാക്കിയിട്ടുണ്ട്, കുടുങ്ങാൻ നിൽക്കണ്ട, ഞാൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ലിയബുലുവഹും അയ്യുഹും അഹ്സനു അമല. ആരാണ് അവരിൽ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ചെയ്യുന്നതെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പരീക്ഷ മാത്രമേ ഉള്ളൂ. ഇതൊരു യാഥാർത്ഥ്യം എന്ന് വിചാരിച്ച് എന്റെ പേര് അള്ളിപ്പറ്റി കൂടണ്ട. ഇതൊരു പരീക്ഷിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. പണ്ട് ഈ പരീക്ഷ നടക്കാൻ അന്നമൽ ഹയാത്തു ദുനിയ ലഅബുൻ വലഹു. നിങ്ങൾ അറിയും അന്നമൽ ഹയാത്തു ദുനിയ, ഭൗതിക ജീവിതം, ലഅബുൻ കളിയാണ്, വലഹുൻ തമാശയാണ്. ആരാ പറഞ്ഞു? അല്ലാഹു പറയാൻ. കളിയും തമാശയാണ്. അതിനാണ് നമ്മളൊരു 50 കൊല്ലം കളിയുന്നത്. ഏതിന്? ഈ കളി തമാശക്ക് 50 കൊല്ലം കളിയാണ്. എന്തൊക്കെ സംഭവം കളി തമാശക്ക് വേണ്ടി എന്തൊക്കെ പരിപാടിയാണ് ഒളിപ്പിക്കണേ. കുറെ പെര ഉണ്ടാക്കുക, കുറെ പൊളിക്കുക, പിന്നെ ഉണ്ടാക്കുക. ചെറിയ കുട്ടികളുടെ ഈ കുറ്റിപ്പന്തലൊക്കെ ഉണ്ടാക്കില്ല കണ്ടില്ലെങ്കിൽ ആകെ ഉണ്ടാക്കി അതുണ്ടാക്കുക, അതിന് അതിന് മാല തൂക്കുക, അതിന് ബൾബ് വെക്കുക, എന്നിട്ട് കറക്കാൻ പഴയേക്കും പോവാ. എവിടേക്ക് പോയി? ഉള്ളിനുള്ളിൽ പോവാ, അല്ലാണ്ട് പിന്നുള്ളിൽ കിടക്കണമെന്നില്ലല്ലോ. ആ കുട്ടിക്ക് തന്നെ അറിയാം എന്താണ് അറിയായി. ഇത് കളിയുന്ന മനുഷ്യൻ കേൾ തമാശാഹി. അന്നമൽ ഹയാത്തു ദുനിയ ലഅബുൻ വലഹു വസീനത്തുൻ, അലങ്കാരമാണ്, ഭംഗി, ചൊറുക്ക്, സീന. നിങ്ങളുടെ ഇടയിൽ പരസ്പരം ദുരഭിമാനം നടിക്കലാണ്. മക്കളെ കൊണ്ട് സമ്പത്തിനോട് പെരുമ നടിക്കുകയാണ്. ഈ കാര്യങ്ങളാണ് ദുനിയാവ്. നിങ്ങൾ ഇങ്ങനെ വെറുതെ എടുത്തു നോക്കിയാൽ സൂറത്ത് ഹദീദ് അറിയില്ലെങ്കിൽ ഇരുമ്പ്. സൂറത്ത് ഹദീദിന്റെ 20-ാമത്തെ ആയത്താണ്. വെറുതെ ഇങ്ങനെ എടുത്തു നോക്കാം. ഇതിങ്ങനെ ഇങ്ങോട്ടും കൂടി ഒരു കണക്ഷൻ കുത്തിയിട്ട് നോക്കണം. ഉണ്ടല്ലോ വണ്ടിമേലും ഇതിനും വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ അത് നോക്കണം. അതിൽ നമ്മളങ്ങനെ നോക്കുക എന്താ ഈ ആയത്തിന് ആനയായിട്ടുള്ള ബന്ധം. അന്നമൽ ഹയാത്തു ദുനിയ, നിശ്ചയമായി ഭൗതിക ജീവിതം, ലഅബുൻ കളിയാണ്. കളി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം കളി. വൈകുന്നേരം കളിക്കാൻ പോകും, ഭയങ്കര വാശിയും മത്സരമൊക്കെ ഉണ്ടാവും. ഫുട്ബോളൊക്കെ കളിക്കുന്ന ആൾക്ക്, ക്രിക്കറ്റൊക്കെ കളിക്കുന്ന ആളുകൾക്കറിയാം, ഏറ്റവും വാശിക്കും. ഒരേ ചങ്ങായിമാരാണിത്. കളിയൊക്കെ ഇറങ്ങുന്നത് ഭയങ്കര തമാശയും ലോകിയും ഭയങ്കര സംഗതിയൊക്കെ ഉണ്ടാവും. ടീമിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കഴിഞ്ഞാല് പൗളൊക്കെ ഉണ്ടാവും. ഏതിന്? വൈകുന്നേരം വെറുതെ തടിയിറങ്ങാൻ കളിക്കുന്നതിൽ എന്തുണ്ടാവും? പൗളുണ്ടാവും, ഉണ്ടാവും, കാലൊക്കെ മുറിയും, പണിയുണ്ടാവും. കാരണം ഭയങ്കര അവസരമുണ്ടാവും കളി. എന്നിട്ട് ലാസ്റ്റ് എന്തായാലും ഒരു ഗോളിനൊക്കെ കച്ചറൊക്കെ ഉണ്ടാക്കും. ഹാൻഡ് ഉണ്ട്, ഇന്ന് പെനാൽറ്റി ആണ് എന്നൊക്കെ പറയും. വീട്ടിലും കച്ചറൊക്കെ. ലാസ്റ്റ് എന്തായാലും ലാസ്റ്റ് എല്ലാവരും കൂടെ കൂട്ടൊക്കെ കഴിച്ച് പിന്നെ എല്ലാവരും കൂടെ കമ്പനി പിടിച്ച് ഇങ്ങനെ തിരിച്ചും കച്ചറപ്പെടാൻ. അതാണ് കളി. ഭയങ്കര വാശി, ഭയങ്കര ഗെയിമായിരുന്നല്ല ദുനിയാവ്. അവിടെ ഭയങ്കര ജ്യേഷ്ഠന്മാരൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ചെറിയ പൊടണിക്ക്, കർമ്മൂസക്ക്, വായന്റെ തൈന് ഒക്കെ വലിയ വലിയ പ്രശ്നങ്ങളായിരിക്കും. അതാണ് ലാസ്റ്റ് പിന്നെ എല്ലാവരും കൂടെ കുളിപ്പിച്ച് പറഞ്ഞേക്കും. ഒന്നായിട്ട് കുളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഓരോരുത്തർ ആകുന്നവരെ പറയുവായി കുളിപ്പിക്കാൻ നല്ല നല്ല തുണിയൊക്കെ വെച്ചിട്ട് നവപ്പള്ളിയാണ് നമുക്ക് അവിടുന്ന് കാണാറില്ല. കളി അതല്ലേ വേറെ നല്ലത്. എഫേർട്ട് എത്ര സ്ട്രോങ് ആയിക്കോ വരാം കളിക്കാരൻ. അത് മറ്റേ പാഡ് കട്ടലി മറ്റേത് എന്തൊക്കെ പരിപാടി ഉണ്ട്. എന്തോ വലിയ കിണറ്റിക്ക് ഇറങ്ങണമായിട്ടാണ് ഇപ്പൊ ഈ കെട്ടലൊക്കെ കണ്ടാല്. ആ കളിക്കാനായിരുന്നു 1 മണിക്കൂർ കളി ഉണ്ടാവില്ല, 3/4 മണിക്കൂർ കളി ഉണ്ടാവും. അതിനാണ് ഇപ്പൊ അബ്ദുലൊക്കെ കളിയാണ്. ലഹരിയാണ്. അതിക്കിറങ്ങിയാൽ പിന്നെ പറയുന്നത് ഫുട്ബോൾ കളിക്കുന്ന ആളുകൾക്കറിയാം പരിക്കെന്തെങ്കിലും പറ്റില്ലോ. ഈ എല്ലിന് എപ്പോഴും പൊട്ടുന്നു. മടങ്ങി ചവിട്ടില് വേറെ പ്രശ്നം ഒക്കെ ഉണ്ടാവും. നടക്കാനൊക്കെ പറ്റില്ല. അക്കറിയിലെപ്പോഴാണ് കളി കഴിഞ്ഞിട്ടുണ്ട്. കളിയിൽ കാലൊക്കെ വേഗം ഇങ്ങനെ നീറുണ്ടാവും. എന്നിട്ട് ഏതായാലും പെരയൊക്കെ ഇങ്ങനെ തട്ടിപ്പിച്ച് എത്തും. പിന്നെ പെരയിൽ ഇങ്ങനെ കാണിച്ചാൽ അത് പറഞ്ഞിട്ടൊക്കെ കുറച്ച് നേരം ഇങ്ങനെ ഒപ്പിച്ചിങ്ങനെ നിൽക്കും. രാവിലെ ഒക്കെ ആവുമ്പോൾ അത്യാവശ്യം നീര് നല്ല പ്രശ്നവും. പിന്നെ ഇങ്ങനെ പരസ്യമായി പെരക്കാർക്ക് അറിയാൻ തുടങ്ങുന്നുണ്ട്. കാലെന്തോ പറ്റിയെന്ന് പറയും, ഉമ്മ പറയും, ഈ കറിയും കളിക്കാൻ പോയിട്ടില്ല എന്നൊക്കെ പറയും.
അങ്ങനെ ഉച്ചരക്കാട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, കാലൊക്കെ കയറ്റി ചീമ കഞ്ഞൊക്കെ കൊണ്ടുവന്ന് നിർത്തി കറാത്ത ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. വൈകുന്നേരം ആയാലും ഏതെങ്കിലും ഒരു അബു വിളിച്ചു വരുന്നില്ലേക്കും കാലകാലം വീണിട്ടുണ്ടാന്ന് പറഞ്ഞു. ഒരു കളി കാണാൻ നിൽക്കുക, ഞാൻ കൊണ്ടേക്ക് വരാറില്ല. അവൻ ഉമ്മനൊക്കെ കാണാതെ എഴുതി പിടിച്ചിട്ട് ഉമ്മ പറയണ്ടോ എണീറ്റ് കളിക്കാൻ പോകണ്ടെന്നൊക്കെ പറയണ്ടോ. വൈകുന്നേരം ആവുമ്പോൾ പറഞ്ഞു അവൻ്റെ കൂടെ വണ്ടിയിൽ പോയിട്ട് അങ്ങനെ നിന്ന് ആടെ ഗ്രൗണ്ടിൽ കുറച്ചേരം ഇങ്ങനെ നിന്ന് ടീമൊക്കെ ആയി കഴിയുമ്പോൾ ഗോളിക്ക് കമ്മിണ്ടോ അവർ തൽക്കാലം ഇവിടെ നിന്നാൽ മതിയായിരിക്കും. എവിടെ ഇതിവിടെ ഈ ബോസിൽ ഒരാളുമാണല്ലോ, അതെന്താ ഇതും നോക്കണ്ട, ഞാൻ ബാക്ക് നോക്കിയോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഓനാട് തൽക്കാലം നിർത്തും. അങ്ങനെ അവൻ അങ്ങനെ കടിയിൽ തെറ്റി ഇറങ്ങിക്കഴിഞ്ഞാൽ കാലിന്റെ വേദന, ഒരു ബോളിങ്ങനെ വരാണ് കയറി അടിച്ചിട്ടുണ്ടാവും, കാലിന്റെ വേദന ഒക്കെ മാറിയില്ല. പിന്നെയും കാലിന്റെ വേദന ഉണ്ടായിട്ട് കഴിഞ്ഞിട്ടാണ് എന്നുവെച്ചാൽ ലഹരിയിലേക്ക് ഇറങ്ങിയാണ്. ഇതേപോലെ ദുനിയാവും ലഹരിയാണ്. ഇതിലേക്ക് ഇറങ്ങിയാൽ ഒന്നും അറിയില്ല, ജ്യേഷ്ഠൻ പോലും അറിയില്ല, അഞ്ജന പോലും അറിയില്ല, ആരെയും അറിയില്ല. ഇതൊരു കളിയാണ്, ഇതൊരു കളിയാണ്. ഈ ചെറിയ കുട്ടികളുടെ കളിയാണെങ്കിലോ ഭയങ്കര രസം ഉണ്ടാവും. ഉള്ള കുട്ടികളൊന്നും പറഞ്ഞാൽ അറിയില്ലാവും, എന്നാലും ഞാൻ പറയണേ ഇത് പഴയത് പറയാനാ ഇഷ്ടം. കാരണം ചില കുട്ടികൾക്ക് അറിയില്ല. ചെറിയ കുട്ടികളാണ് കാലത്ത് സ്കൂളും മദ്രസൊന്നും ഇല്ലാത്ത ദിവസം രാവിലെ വിളിച്ചാൽ മതി, ഇന്ന് സ്കൂളിലല്ലോ മദ്രസില്ലോ പറഞ്ഞാൽ വേഗം ചെയ്യും. ആളെ എന്നിട്ട് റെഡിയായി വരും. ചെറിയ കാല് വയറിൽ തന്നെ ചെറിയ ചേട്ടകളൊക്കെ ആയിട്ട് എടുക്കെത്തും, മുറ്റത്തേക്കെത്തും. എന്നിട്ട് മുറ്റത്ത് ഇങ്ങനെ ചേട്ടനോടിങ്ങനെ വരത്തില്ലേ ആ മണ്ണിൽ. ഇപ്പൊ ഇങ്ങനെ വരതാനെ ഇന്റർലൊക്കെ ആയിരിക്കും എല്ലാം മരിക്കും. കുട്ടികൾക്കാരും അറിയില്ല, അവന്നിങ്ങനെ മണ്ണോടിങ്ങനെ വരുതും. എന്നിട്ട് ആ ചേട്ടയിൽ ആ മണ്ണൊക്കെ നടക്കും. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ 2-3 മാറ്റൊക്കെ മേടിയിട്ട് ഇങ്ങനെ എടുത്താൽ എന്തായി പറയും പുട്ടാണ്, പുട്ട്. അങ്ങനെ 2-3-4-5 പുട്ടൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ എന്തെങ്കിലും വലിയ ഏട്ടൻ അതിലൂടെ പോകുന്നുണ്ടാവും. അപ്പോൾ വെറുതെ നമുക്ക് കൂടെ മുട്ടിച്ച് അതിനോടൊന്ന് തട്ടും. ആകെ പ്രശ്നവും കുലുമാലവും കരച്ചിരുമ്പോ അവള് ഉമ്മക്ക് ഇടപെടേണ്ടി വരും. ഉമ്മക്ക് ആ ഒറിജിനൽ പുട്ട് അവിടെ ഉണ്ടാക്കണ്ടാവും. എവിടെ അടുക്കളയിൽ. അപ്പൊ ഇവിടെ കളിപ്പുട്ടിനും അടിയൊക്കെ നിൽക്കുന്നുണ്ടാവും. പ്രശ്നം കരച്ചിലൊക്കെ ഉണ്ടായി. പിന്നെ ഒക്കെ ഉണ്ടാക്കി അവസാനം ലാസ്റ്റ് ഏകദേശം കളിയൊക്കെ നിർത്താനായിരുന്നു നാസായിക്കാൻ വേണ്ടി വിളിച്ചാൽ ഒറിജിനൽ പുട്ടെന്നാ വിളിച്ചാൽ പോവും. അതോടുകൂടി കളി നിന്നെങ്കിൽ എന്താ ചെയ്യാറുന്നാല് ഇന്ന് ആ ഒരു കടലാസൊക്കെ മൂടി വെച്ചിട്ട് ഇനി നാളെ ഇൻഷാല്ലാ പുട്ട് ചുടണ്ടല്ലോ എന്നുണ്ടല്ലോ. അത് കളി നിർത്തലെങ്ങനെയാണ് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു, ചവിട്ടി പൊട്ടിച്ച് വലിച്ചെറിഞ്ഞ് ഒച്ചൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ആ കളി നിർത്തിട്ട് പോയത്. എന്തിനിപ്പോ ഇത്ര കാക്കണതൊക്കെ അടിയിലാക്കി പൊട്ടിച്ചതിനല്ലേ. എന്റെ പേരാണ് കളി എന്ന് പറഞ്ഞത്. എത്തൊക്കെ ഇതാണ് കളി. അള്ളാഹു പറയണേ ഇത് കളിയാണ്. നിങ്ങൾ ഒറ്റക്കൊരു ഉയർത്തി കയറിക്കണം. എന്നിട്ട് വെറുതെ ഇങ്ങനെ നോക്കിയാൽ കാണാം ഈ കളിയൊക്കെ കാണാൻ പറ്റും, ഈ കളിയൊക്കെ കാണാം. ഞാൻ അങ്ങനെ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്ക് നോക്കിയാൽ മതി. ഒരു പേരുണ്ടായി അത് പൊളിച്ച് ഓൻ വേറെ പേരുണ്ടാക്കി കുറച്ച് ഇങ്ങനെ വന്നപ്പോ ഉണ്ടാവും മോന്റെ മോൻ കുറച്ചുകൂടി പൈസ കൂട്ടിയപ്പോ മോന്റെ മോൻ അങ്ങനെ പൊളിച്ചിട്ടുണ്ടാവും. ഉണ്ടാവില്ല വൈ ഒരു ഭയങ്കര കളിയാണ്. വല തമാശ, ഒരു തമാശയാണ്. വലിയ ലക്ഷ്യമൊന്നുമില്ലതിന്. കാരണം ചില ആൾക്കാർക്ക് ഭയങ്കര സംഭവം എന്ന് പറയും. ഒരാൾ പെട്ടെന്ന് മരിച്ചു, 12 നില ബിൽഡിങ്ങിൽ കെട്ടിടും ഫൗണ്ടേഷനെ കെട്ടി ആടെ അതിന്റെ വീട്ടിൽ ആവും പകലില്ലാതെ ഓഫീസൊക്കെ കയറി ആൾ മരിച്ചു. അല്ല പേരതിന് കൂടുതൽ എടുത്തിട്ടുണ്ട്. തമാശ, ലായിബൻ വലഹുൻ വസീനത്തുൻ, അലങ്കാരം, ഭംഗി. ചൊറുക്കിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് മനുഷ്യൻ മതിലിനൊക്കെ പെയിന്റ് അടിക്കും. മതില് അയിമല് ഇങ്ങനെ കുറെ മിനാരം പോലുള്ളത് 12-16 കൊല്ലൊക്കെ ആയിട്ട് പണിയെടുക്കുന്ന പേരുണ്ട്. അമേരിക്കയിലല്ല, എവിടെ പോയി മലപ്പുറത്ത്, കേരളല്ല മലപ്പുറത്ത്. അതിന്റെ ഓരോ സാധനങ്ങൾ സുഖങ്ങൾ ഞാൻ തന്നെ കുറെ അതിനെ നോക്കിയിരിക്കും കുടിക്കില്ല. അപ്പൊ അതിന്റെ ഗേറ്റിന്റെ അവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഓരോ മീനാരൊക്കെ മൈനുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക, എന്തായാലും ശരിയാക്കുക. അതിന്റെ ഇടയിൽ ആർക്കിടെക്ട് ഞാൻ വെറുതെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ചെരുവായി തോന്നും, പൊളിക്കേറി അയാൾ പൊളിക്കും. ആർക്കിടെക്ട് എന്ന് പറഞ്ഞാൽ എന്റെ വിഷയത്തിലുള്ളത് പൊളിക്കാരനാണ്. നിങ്ങൾക്ക് അതിനൊന്നും അറിയില്ല, വെറും പൊളിയാണ്. ഇതിൽ ആർക്കിടെക്ട് ഉണ്ടെങ്കിൽ മാപ്പാക്കണം. വെറും പൊളി. കാരണം ഓരോരുടെ അല്ല, ഞാനങ്ങനെ ഒരിങ്ങനെ നോക്കുമ്പോൾ ഓരോ വ്യൂ ആണ് പോലും. നമുക്ക് ആ വ്യൂ ഒന്നും അറിയില്ല. ഒരിങ്ങനെ നോക്കുമ്പോൾ അതിന് ചെറിയുന്നില്ല, അങ്ങനെ ശരിയാവില്ല. അത്ര സസൂക്ഷ്മമായിട്ടാണ് അതിനെ ചെയ്യുന്നത്. അങ്ങനെ പെരടുക്കുക 12 കൊല്ലമായിട്ട് തീർന്നില്ല, 10 കൊല്ലമായിട്ട് തീർന്നില്ല. കാരണം എന്താണ്, അതിലൊരു അലങ്കാരം വെച്ചിട്ടുണ്ട്. ആര്? അല്ലാഹു തആല. മക്കളിൽ, ഭാര്യയിൽ, കുട്ടികളിൽ എല്ലാത്തിലും അലങ്കാരം, ഒരു ഭംഗി. ഒരു പേരൊക്കെ ഉണ്ടാക്കുന്നത് എത്ര ചിന്തിച്ചിട്ടാണ് മനുഷ്യരുണ്ടാക്കുന്നത്. അതിന്റെ ടാപ്പ് വാങ്ങാൻ ചൈനയ്ക്ക്, ചൈന നെൽപൂര് കഴിഞ്ഞാലുള്ള സ്ഥലല്ലേ, ലൈറ്റൊക്കെ ഇവിടുന്ന് കൊണ്ടുവന്നില്ല. എവിടുന്ന്?
ചൈനയിൽ കൊണ്ടുവന്ന് ഫർണിച്ചർ ചൈന. അപ്പൊ നാളെ അടുത്തൊരു വീട്ടിൽ പോയി വേറൊരു കാര്യത്തിന് പോയതാണ്. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ പോയി. അവിടെ ആകെ 3 കുട്ടികളും അയാളെ ഭാര്യയും മാത്രമേ ഉള്ളൂ. ഓട്ടോറിക്ഷ എടുക്കണം എന്തിന്? ഡെയിലി ആൾക്ക് കിച്ചണിലേക്ക് പോകണം. അത്ര നടക്കണ്ട്. മാത്രമല്ല അത്ര നടക്കാം. ചുമ്മാ ഒരു പേക്കറുകൾ ഇങ്ങനെ നടക്കണം. ഞാൻ അവനോടല്ല പറഞ്ഞു, ഇതിന് എന്തെങ്കിലും സംവിധാനം കണ്ടുപിടിച്ച് ചോദിച്ചു. ഇതിനിങ്ങനെ പോകാൻ ചെയ്യാൻ മറ്റേ വണ്ടിയില്ലല്ലോ, ബാറ്ററി വണ്ടി. ഇത് അറങ്ങലൊക്കെ ഇങ്ങനെ പോണേ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി കണ്ടിട്ട് ഇത് കുറച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളിൽ കാൽക്കുട്ടികളൊക്കെ മുട്ട് ഏറെപ്പാവും. ഒരേ ഏരിയ, ഒരു മോന്റെ റൂം ഒരേ ഏരിയ. അവർക്ക് ആര് ചെല്ലണം, വേറെ പേരെ നിൽക്കണമായിരുന്നു. എന്നാൽ അതിനൊക്കെ റോഡ് മൈനിങ്ങിനത്തിലൂടെ കൂടെ എന്തുണ്ട്, ഞാൻ പോയി ഉണ്ടാക്കാൻ നിൽക്കണ്ട. നല്ല ഐഡിയ ആയിരുന്നല്ലേ, നമ്മളോടൊക്കെ പറയുന്നത് എത്തിക്കണം. അങ്ങനെ നല്ലൊരു പ്ലാനാണായിരുന്നില്ലേ. മനുഷ്യൻ അതിനു വേണ്ടി അധ്വാനിക്കുക, നഷ്ടപ്പെടുക. വേറെ ഫുൾ ഫർണിച്ചർ ആവും ചെയ്യുന്നതുകൊണ്ടെന്നാണ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അവിടെ കുറച്ചിറങ്ങാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ച് എന്തോ ഒരു പൊട്ടനാണ് നമ്മളൊക്കെ. എനിക്കതാ ഓർമ്മ, ഭയങ്കര പൊട്ടനല്ലേ ഓരോ സാധനങ്ങൾ. അതിന്റെ ഈ കളർ തന്നെ അതിന് വേണം, ഇതിന്റെ കളർ തന്നെ ഇതിന് വേണം, അങ്ങനൊക്കെ ഒപ്പിച്ചുണ്ടാക്കി. എന്നിട്ട് അവിടെ ആകെല്ലാതെ ഈ 3 കുട്ടികളും ഇവനും പെണ്ണുങ്ങളും ഇട്ടാണ് അവർ 2 ദിവസം ആ സോഫമൊക്കെ ഒക്കെ ദേഷ്യം പിടിക്കും. കാരണം ഇവിടെ ആരുള്ളത്, പെണ്ണുങ്ങളല്ലത്. എന്തെങ്കിലുമൊക്കെ പറയാം, ഇവനും എന്തെങ്കിലും പറയും. പിന്നെ ഇവിടെ മനുഷ്യനൊരു ഭയങ്കര അതിൽ അള്ളാഹു അലങ്കാരം വെച്ചു. അതെങ്ങാനും വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ ദുനിയാവിന്റെ കഥ എന്തേക്കും നിങ്ങൾ പറഞ്ഞാൽ ആരും മെയിലാക്കില്ല. അള്ളാഹുവിന്റെ അലങ്കാരം വെച്ചു. അലങ്കാരത്തിന്റെ ബാക്കിൽ ആൾക്കാർ ഇങ്ങനെ പോവാണ്. അലങ്കാരത്തിന്റെ ബാക്കിൽ ആൾക്കാർ പോവാണ്. വീടുകളിലൊക്കെ അലങ്കാരം ഉണ്ടാക്കി, ആർക്കിടെക്റ്റിന്റെ സ്റ്റൈലിൽ വീടുകൾ ഉണ്ടാക്കി. അവസാനം മാറില്ലാതെ എവിടെ ഒരാൾ കൊലായിൽ കയറിയാൽ അടുക്കളയിൽ പെണ്ണുങ്ങൾ ചായ ഉണ്ടാക്കുന്ന കാണാം. അതർത്ഥം സ്വന്തം ഭാര്യനെ ഒന്ന് മറച്ചു വെക്കാനുള്ള ഒരു സിസ്റ്റം കൂടി ഇന്നത്തെ പെരകളിലില്ല. നമ്മളൊക്കെ പറഞ്ഞ പറയും ഇന്നത്തെ സ്റ്റൈൽ അതാണ്. കണ്ടാൻ പറ്റില്ല, പെരേക്കൊന്നും അങ്ങനെ പോകാൻ പറ്റാത്ത കണ്ടീഷനിലായിരുന്നു. കാരണം സ്ത്രീകളൊക്കെ അവിടെ നിന്ന് വിട്ടു വായിക്കും ഇന്ത്യയൊക്കെ പോകുന്നു. ഞാൻ പൈസ ഉണ്ടാക്കുന്നില്ല, ഒരു മറ എന്നെ കുട്ടികൾ സുരക്ഷിതരാവട്ടെ, അങ്ങനെ എന്തൊന്നുമില്ല. പെരുന്നാളൊക്കെ കയറി മേഞ്ഞു പോവുക. അതിൻ്റെ ഇടയിൽ പച്ചമാണെന്ന് കൊണ്ടുപോകും ചെയ്യും. ഇതല്ലേ നിങ്ങൾക്ക് മനസ്സിലായില്ല? പറ്റണോണാണെങ്കിൽ കൊണ്ടുപോയി. ഞാനൊരു സ്ഥലത്ത് ജമാഅത്ത് പോയി, മലപ്പുറം ജില്ലയിൽ. അങ്ങനെ അവിടെ എനിക്ക് അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരിങ്ങോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ കൂടെ മുലാഖാത്തിന് വരണമെന്നല്ലേ. ഞാൻ പറഞ്ഞോട്ടെ, ഞാനേതായാലും മുലാഖാത്തിനില്ലേ. അപ്പോൾ ഒരായപ്പെട്ട ഒരു കാര്യപ്പെട്ട ഒരു ആചാര കൂട്ടത്തിൽ എന്നെ വിട്ടു. അപ്പോൾ മസൂർ ചെയ്ത് വിട്ടത്. അപ്പോൾ എടുക്കാൻ പോണാൽ അങ്ങനെ തൊട്ട് ഇങ്ങനെ പോയി റോഡ് കയറി അങ്ങനെ എടുത്ത് വേറെ റോഡിന് കയറി ഇങ്ങനെ അടുത്തപ്പോൾ ഒരു വീട്ടിന്റെ മുറ്റത്ത്. അവരെ ഇയാൾക്കൊന്നും പറഞ്ഞില്ല. ഞാൻ ഇതെന്താ ഇങ്ങോട്ട് വരാൻ കാരണം എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ആ വീട് എത്താൻ നേരാന്ന് പറഞ്ഞു. ഇയാളെ ഭാര്യ ഒളിച്ചോടി പോയിട്ടുണ്ട്, അവന് ഭയങ്കര മാനസിക ടെൻഷൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോ ശരിയാവല്ല, ഒരു 10 വയസ്സുണ്ടാവും അന്ന്. അപ്പൊ ഞാൻ അതിലിങ്ങനെ ആ ചേറ്റടി ഇതുണ്ടാവുമല്ലോ സിറ്റ് ഔട്ടിൽ, അതിന്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യം ഇങ്ങനെ പത്രം വായിക്കും. അങ്ങനെ പോയി തരാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു. അയക്കിന്നെ അറിയില്ല. ഇയാൾ പറഞ്ഞു ഞാൻ എന്നാണ്. ഞാൻ കുറച്ചേരം ഇങ്ങനെ വർത്താനം, ഞാൻ ഒന്നും പോയിട്ടൊന്നുമില്ല. ഞാൻ എന്തൊക്കെ സുഖം തന്നെ. അപ്പം മുഖത്തൊക്കെ ദുഃഖം ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്നു. പോയിട്ട് ആകെ 4 ദിവസം എന്തായിട്ട് ദുഃഖം തളം കെട്ടി നിൽക്കുന്നു. ഞാൻ പറഞ്ഞു കുറച്ച് മനുഷ്യനും ടെൻഷനും പ്രയാസമുണ്ടവർക്ക് പരീക്ഷനാണ്. അള്ളാഹു ഓരോ മനുഷ്യനും ഓരോ കുഴപ്പം പരീക്ഷിക്കും. നമ്മൾ ഉറച്ചു നിൽക്കലും അള്ളാഹുവിലേക്ക് തിരിയലോ നമ്മളെ പ്രശ്നത്തിന്റെ പരിഹാരം. കഴിഞ്ഞതിനെ പറ്റി ആലോചിച്ചതിനനുസരിച്ച് ജീവൻ തീർക്കലോ എന്നല്ല എന്നുള്ള ചെറിയ മട്ടത്തിൽ കാര്യമൊന്നും അറിയാത്ത പോലത്തിലുള്ള ഒരു വർക്കിനും പറഞ്ഞ് ഞാൻ പോകുന്നു. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഈ വീട്ടിലുണ്ട്, നിങ്ങൾ പറ്റെങ്കിൽ എപ്പോഴെങ്കിലും ഒഴിവുണ്ടെങ്കിലും നിങ്ങളൊന്ന് വരി, കുറച്ച് ഇതിന്റെ കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് റാഹത്തുണ്ടാവും, നമ്മളെല്ലാവരും അവിടെ പോയിക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നു. ഈ വർഷം ഒന്നും പറഞ്ഞില്ല. പിന്നെ ഇയാള് ഞാനിങ്ങോട്ട് പോന്നപ്പോ ആ വീട്ടുകാരനെ എന്തോ അല്ല എന്റെ കൂടെ വന്ന ആള് അയാളോട് എന്തോ പറഞ്ഞു. അയാളെ കൂട്ടി വന്നു, അയാൾ എത്തിയിരുന്നു. അയാളോട് സംസാരിച്ചു. അയാൾ 10 മണി നമ്മളെ ടാഗിന്റെ സമയത്ത് വന്നു. ആകെ മാനസികമായിട്ട് തകർന്നു നിൽക്കുകയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്കൊരു കാര്യം കൂടെ പറയാൻ. ആ വീട്ടിലെ റൂമിൽ കയറി എന്നിട്ട് ആ വാതിൽ അയാൾ ചുറ്റിട്ടു. പിന്നെ ഭയങ്കര കരച്ചിൽ, വേറൊന്നും അറിയില്ല.
എന്നിട്ട് പിന്നെ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ കുറെ കഴിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നല്ല സാമ്പത്തിക സെറ്റപ്പുള്ള ആളാണ്, അത് നല്ല കച്ചവടമുള്ള ആളാണ്, നല്ല പൈസ ഉള്ള ആളാണ്. അയാളൊരു മകൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നുണ്ട്, രണ്ടാമത്തെ മോള് SLC ആണ്, ചെറിയ മോള് 4ാം ക്ലാസ്സിലാണ്, 3 കുട്ടികളുണ്ട്. അവൻ്റെ എഞ്ചിനീയർ ഫൈനലിൽ പഠിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ പറയാം, സങ്കടം നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ ചോദിച്ചു എന്താണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. എന്നോട് സ്വന്തം വണ്ടി, കാർ, ഇയാളെ ഫ്രീ ഉള്ള ആളാണ്, സ്ട്രോങ് അല്ല. ഒരു കാറുണ്ട്, അയാൾക്ക് വേറെ കാറുണ്ട്, അത്യാവശ്യം നല്ല സാമ്പത്തികം, സെറ്റപ്പ് പെരയുണ്ട്. അത് ഓൾക്കവിടെ ആവശ്യത്തിന് കാറൊക്കെ എടുത്ത് പോവാം. ഇയാള് രാവിലെ ഇയാളെ ഷോപ്പിൽ പോകും, കൊണ്ടാക്കല് കൊണ്ടുവരല് സാധനം വാങ്ങലും ഒക്കെ ഉള്ളതാണ്. അവസാനം 7ാം ക്ലാസ്സിൽ പഠിച്ച അതേ നാട്ടിലാണ് ഇവരൊക്കെ. അയാൾ പെണ്ണിന് കെട്ടിച്ചത് ആ നാട്ടിൽ തന്നെയാണ്, അയാളും ആ നാട്ടുകാരൻ തന്നെയാണ്, ഓൾ പഠിച്ച സ്കൂളും ആ നാട്ടിൽ തന്നെയാണ്. അവിടെ ഉള്ള ഒരു പയ്യനാണ് 7ാം ക്ലാസ്സിലുണ്ടാവുമ്പോൾ ഓൾ തമ്മിൽ എന്തോ ഇതിലെ വർത്താനൊക്കെ പറയൽ എന്തോ ഉണ്ടായിരുന്നു. ഓർക്ക് കുട്ടികളൊക്കെ അയക്കുന്നു, ഓന്റെ കൂട്ടത്തിലാണ്. അതുകൊണ്ട് നാട്ടുകാർക്ക് ആരെയും അന്വേഷിച്ച് കണ്ടെത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ആരറിയുന്നതാണ്, നാട്ടുകാർക്ക് അറിയുന്നതാണ്. ബാംഗ്ലൂരിലോ എവിടുത്തെ പോയതാണ്, അവിടെ ഇല്ലെന്ന് പറഞ്ഞു. അയാളിങ്ങനെ മാനസികമായി തളർന്നു. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ആലോചിച്ചു, ഇയാൾ എന്ത് ധൈര്യത്തിലാണ് കാറങ്ങിയത്. നിന്റെ ഭാര്യയാണ്, നമുക്കൊന്നും പറ്റില്ല, ഓളിനെ വഞ്ചിക്കൂല, ചതിക്കൂല, നേരത്തെ വാങ്ങിക്കൊടുത്തതാണ്. ഇപ്പൊ അയാളുടെ ദുഃഖം കണ്ടാൽ ഞങ്ങൾക്ക് സങ്കടം. ഞങ്ങളോട് പറഞ്ഞെന്തിനാണ്, ഒന്ന് ഏതെങ്കിലും ആൾക്കാർ അത് നമ്മളെല്ലാവരും കാക്കട്ടെ, ഭാര്യ ചാടിപ്പോയി, മകള് ചാടിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയെങ്കിൽ ആ മനുഷ്യനെ അനുഭവിക്കുന്ന ഒരു ദുഃഖത്തിന്റെ ഭാരം ഇവിടെ ഇങ്ങനെ ഒരു 500 ഗ്രാം കവറിൽ വെള്ളം വെക്കണ പോലെ ഇങ്ങനെ തൂങ്ങി നിൽക്കണ കണ്ണ്, സങ്കടം കൊണ്ട്. ഞാൻ കുറെ സമാധാനമൊക്കെ വേറെ വഴി എന്നൊക്കെ പറഞ്ഞു, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കുറെ കാര്യമൊക്കെ പറഞ്ഞു. അന്ന് കാര്യങ്ങളൊക്കെ ഇരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു വേജാറാവണം, നിങ്ങൾ കുറ്റക്കാരനൊന്നല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അയാളോട് അങ്ങനല്ല പറയാൻ പറ്റുള്ളൂ, അയാളാ സത്യത്തിൽ എൻ്റെ എന്ത് പ്രതി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞെന്താണ്, അയാൾ വലിയ പേരുണ്ടാക്കിയതും അയാൾ വലിയ വണ്ടി വാങ്ങിയതൊക്കെ എന്തിനാണ്? ഇതാണ് ദുനിയാവ് എന്ന് നമ്മളെ പലർക്കും പഠിപ്പിച്ചത്. ഇതൊരു അലങ്കാരമാണ്, ഇത് പരസ്പരം പെരുമ നടിക്കണം. എന്റെ വൈഫ് കാർ എടുത്തിട്ട് വരും, എന്നോടൊരാൾ പറഞ്ഞതാണ്, ഒന്നര ഇവിടെ ഉണ്ടായി, ഇന്നുണ്ടോ എനിക്കറിയില്ല, കുറെ മുമ്പ് പറഞ്ഞതാണ്. എന്നെ എയർപോർട്ടിൽ കൊണ്ടുവരണം, മലപ്പുറംകാരനാണ്. ഞാൻ പറഞ്ഞു അവൻ അധികം ഇറങ്ങിയത് കൊച്ചി എയർപോർട്ടിലാണ്. ഞാൻ പറഞ്ഞു കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങി എത്ര വരണടാക്കി, കരിപ്പൂർ ഇറങ്ങിയ പോയാൽ കൊണ്ടുവച്ചു. പിന്നെ കൊച്ചി എയർപോർട്ടാകും ഇന്ന കമ്പനിന്റെ ഫ്ലൈറ്റിൽ നല്ല റാറ്റാണ് വരാൻ, പിന്നെ എനിക്ക് അത്ര പ്രശ്നമില്ല, വൈഫാണ് എന്നെ കൂട്ടാൻ വരില്ല. മുതിരേ അവനെ കൂട്ടാൻ വരും, വൈഫാണ്. മലപ്പുറത്ത് നമ്മൾ വണ്ടി എടുത്തിട്ട് എവിടെ പോവാണ് പറയും. ഞാനപ്പോ കുറെ പറഞ്ഞു, അതോടുകൂടി അങ്കിളായി ചെയ്തു. പിന്നെ ഉണ്ടായിരുന്നില്ല, പിന്നെ കൊണ്ടുവന്നല്ലേ. ഞാൻ അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നു കുറച്ച് സമയം സൗദിയിൽ. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു വരുന്നത് എന്താ പറഞ്ഞാൽ, മനുഷ്യരത് അഭിമാനത്തോടു കൂടി അവനോട് പറഞ്ഞത് എന്ത് പ്രശ്നമില്ല, വൈഫ് കൂട്ടം വരും, കൂട്ടം വരും, അത്രയും കൊള്ളുമല്ലാണ്. കാരണം മനുഷ്യർ അള്ളാഹു വെച്ച നിയമങ്ങളുടെ അപ്പുറത്തേക്ക് അഭിമാനത്തോട് കൂടിയിട്ട് തിന്മകൾ ചെയ്യുമ്പം അള്ളാഹു അതിന് പണി എവിടെന്ന് കൊടുക്കും? ഭൂമിയിൽ. ബൈനക്കും, നിങ്ങളുടെ പരസ്പരം ദുരഭിമാനം നടിക്കൽ. സ്ത്രീകൾ ഇങ്ങനെ കേറ്റി തരാൻ പറ്റും, എത്താ അവിടെ അവക്കുണ്ട്, നമ്മളെന്താ അവിടെ ഇങ്ങനെ ആയി, നമ്മളെക്കാൾ കഷ്ടപ്പെട്ട ആൾക്കാരാണ്, ഓരോ പേരിലൊക്കെ അതുണ്ട്, നമ്മളോടതില്ല, എന്താ ഇത് അവ നമുക്കിങ്ങനെ ശരിയൊന്നുമില്ല. നമ്മളെക്കാൾ വരുമാനം പറഞ്ഞാൽ അവിടെ അതുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എന്തിനാണ്, അവിടെ ഒരേ എത്തില്ല, നമ്മളോട് ഒരേ എത്തി, പിന്നെ നമ്മൾ ഒരേ എത്തി നമ്മളേറ്റ് എന്താണ് അവനോട് വെറ്റത്തിനടുത്തേ പറ്റുന്നത്. താമസിക്കാൻ 2 റൂമിന്റെ ആവശ്യമില്ല, 5 റൂമിൽ എത്തി. എന്നിട്ടെങ്ങനെ ഞങ്ങൾ 5 റൂമിൽ എത്തിൻ്റെ താത്ത അങ്ങനെ പറയും, ഫഖറും ഇടയിൽ ഫഖർ അടിക്കുക. നമ്മളും പറയും എടുക്കുന്നത് മനുഷ്യൻ ഫഖർ അടിക്കല്ലെന്ന് പറഞ്ഞത് വണ്ടിന്റെ പേരിൽ. ഓരോരുത്തർക്ക് ഓരോ സാധനം ഉണ്ടാവും, വസ്ത്രങ്ങളുടെ മേലും. ചിലരൊക്കെ ആ മാന്റെ കൊമ്പ് കട്ട് കഴിഞ്ഞാൽ ഓനൊരു മാനാണെന്ന് തോന്നുന്നു, എന്നുവെച്ചാൽ അതിന്റെ കൊമ്പ് ആടിപ്പടി പുറത്തണമായിട്ടാണ്. ഇങ്ങനെ
ഈ കൊമ്പ് മാനെന്നെ ഇറങ്ങി പിടിച്ചാണ് ആ കൊമ്പ് പോയി കിടക്കുന്നത്. ആണോ അല്ലേ? നിങ്ങൾ മാന്റെ ഇത് പഠിച്ചാൽ മതി. അവിടെ പോണ കണ്ട വള്ളിമലൊക്കെ എന്ത് ചെയ്യും? അത് കാട്ടിക്കൂടി ഇറക്കുന്ന സാധനല്ലേ? അതിനെ കൊടുത്തു ഇതുമ്മ കൊടുത്തു ആ കൊമ്പോണ്ട് കുടുങ്ങിക്കാൻ ആരെയും പോയി. എന്നിട്ട് അത് പറഞ്ഞ എന്നെത്തിങ്ങനെ വെച്ചിട്ട് അങ്ങനെ അങ്ങനെ ചില ചീങ്കണി ഉണ്ടാവും. മേലെയുള്ള 2-3 ആൾക്കാർ വാളെ കൂടി ഞാൻ നിൽക്കുന്നത് എപ്പോഴും യുദ്ധത്തിന് റെഡിയാണെന്ന്. എന്നിട്ട് അതിങ്ങനെ അത് നെഞ്ഞത്തെ വെക്കേ ഞാൻ എപ്പോഴും നോക്കില്ല. അതിപ്പോ കാറ്റാൻ വെച്ച് കാണാത്ത പിന്നത്തപ്പോ എന്നോട് കാര്യമുണ്ടായി. അതിന് 5000 തൊട്ട ബനിങ്ങനെങ്ങനെയാണ് അതുകൊണ്ട് നടത്ത കണ്ടല്ല ഒറ്റ കാര്യം തലച്ചോറിൽ എന്തെങ്കിലും സാധനം കയറണ്ടേ. ഞാൻ അതിന്റെ ആൾക്കാരുടെ കിട്ടുന്നുണ്ട്. നല്ല കംഫർട്ടാണ്, നല്ല നല്ല ക്ലോത്ത് ആണ് ചെയ്യുന്നത്. അത് ആ ചിത്രം ഇല്ലെങ്കിൽ ആ ക്ലോത്തിന് പിന്നെ എന്തില്ല, മാറി വഴി. പിന്നെ ആ ക്ലോത്തിന് അതിനൊരു സുഖമില്ല. ആ സാധനമാണ് ബ്രാൻഡ്. അതൊക്കെ പിന്നെ അതിലൊക്കെ ഭയങ്കര അഭിമാനമാണ്. ഇവിടെ സെൻട്രൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി, അയാൾ 2-3 മക്കളുടെ സെൻട്രൽ സ്കൂൾ പഠിച്ചു. ചെറിയ 5ാം ക്ലാസ് 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ സെൻട്രൽ ഉണ്ടായില്ല. അപ്പൊ ഓരോരുത്തരോട് പറഞ്ഞു, ഞാൻ പിന്നെ ഇന്ന് ഉണ്ടാവില്ല കേട്ടോ, ഞാൻ ചിന്ത ചെയ്തിട്ടുണ്ട് കോട്ടത്തിൽ പോകുന്നു, എന്തിനു ഡ്രസ്സ് എടുക്കാൻ. അവസാന്റെ പത്തിലാണ് ഞാൻ പറഞ്ഞു, അവസാന്റെ പത്തില ഡ്രസ്സ് എടുക്കാൻ പോകുന്നൊക്കെ പറഞ്ഞു. എന്നോട് പറഞ്ഞു, പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ നിന്നെടുത്ത് വേഗം പോരായിരുന്നു, ഇവിടെ അതിൻ്റെ ബ്രാൻഡില്ല, അവിടെ ഉണ്ട് എന്നിട്ട് ബ്രാൻഡൊക്കെ പറഞ്ഞു. അപ്പൊ 5ാം ക്ലാസ് പഠിച്ച കുട്ടിക്ക് ചെങ്ങായി 4000 രൂപന്റെ ബ്രാൻഡ് ഷർട്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവരുടെ ആക്രമണം ചെയ്യുന്നത് കുട്ടികൾ ഇങ്ങനെ എന്നാണ്ട് അടിച്ചു പോയാൽ പിന്നെ കുട്ടിക്ക് ബ്രാൻഡ് ഇല്ല, ഞാൻ ടൂർ പോയി എടുക്കും എന്നൊക്കെ പറഞ്ഞ് കുറെ ചീത്ത പറഞ്ഞു. അവന്റെ വൈഫാണ്, നല്ല നീനുള്ള വൈഫാണ്. ഓള് പറഞ്ഞതൊന്നും പറ്റില്ല. ഇവനിങ്ങനെ കുട്ടികളൊക്കെ അങ്ങനെ ഇവൻ ആ കൊമ്പ് കുട്ടികളും ആ കൊമ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പെരുന്നാഴ്ച നടന്നാൽ കുറെ മാൻകൂട്ടം നടക്കണമായിരുന്നു. ആ മക്കളെ കേട്ടിട്ടുള്ളത് മനുഷ്യരൊക്കെ പോണെന്നറിയില്ല. ഒരു സാധാരണ ചെയ്ത ഉപ്പായം കുഴപ്പമില്ലാത്ത നല്ല ക്ലോത്തൊക്കെ വാങ്ങിയാലും ചെറിയ പൈസ കൊടുത്താൽ കിട്ടും. 2000 രൂപ കൊടുത്താൽ നല്ല ഉപ്പായം കിട്ടും. എന്നാൽ വേറെ 2000 രൂപയുടെ ഉപ്പായം ആർക്കും വാങ്ങിക്കൂടെ? സമ്മതിക്കൂടെ? കാരണം ആഹ്റായി പോവത്. അതാണ് ബൈനക്കും അമ്പാലിമല്ല. പൈസ എന്ന് പറഞ്ഞത് സൂഹിക്കാനുള്ളതല്ല, ദുരഭിമാനം നടിക്കാനുള്ളതാണ്. ആ ബിൽഡിങ്ങിൻ്റെതാണ്, ആ കമ്പനിൻ്റെതാണ്. ഇയാൾ കൊടുക്കാൻ കുറേയല്ല പൈസ. അങ്ങനെ ഇവിടെ ഒരു 10 ലക്ഷം രൂപയുടെ ബിൽഡിംഗ് ഉണ്ടായി, 1 കോടി രൂപയുടെ ബിൽഡിംഗ് ഉണ്ടാക്കിയും അത് കഴിഞ്ഞപ്പോൾ വേറെ അവിടെ ഒരു സൈറ്റ് കൊടുക്കാണ്ട് ആ സൈറ്റ് വാങ്ങി അവിടെ ബിൽഡിങ്ങിന്റെ പണിയെടുത്ത് കൊടുക്കാണ്. അതിനൊരു 2 കോടി വേറെ വേണം. അപ്പൊ അയാൾ ആകെ ലോക്കിലാണ്. നീ വാങ്ങാനോട് പൈസ ഇല്ല ആരെയും. ഈ 3 കോടി ബിൽഡിങ്ങിൽ അവിടെ പണി നടന്നിട്ട് എന്നിട്ട് അത് നടന്ന് കിട്ടി. അതിനൊക്കെ വാടകയായി 3 ലക്ഷം രൂപ പെർ മന്ത് വാടക കിട്ടും. അപ്പൊ നമുക്ക് സുഖമായി ജീവിക്കാന്നാണ് ഇയാളുടെ പ്രതീക്ഷ. അങ്ങനെ 3 ലക്ഷം ഇങ്ങനെ വന്ന് ഒരു 10 മാസമാകുമ്പോൾ എത്രയും 30 ലക്ഷമായി. ഒരു കൊല്ലം എത്രയും 36 ലക്ഷം. 36 ലക്ഷം റുപ്യക്കായി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു വെച്ചപ്പോൾ 50 ആയാലും വേറെ ആള് വരും. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അത് എടുത്താൽ എന്താണ് ഭയങ്കര. അപ്പൊ പിന്നെയും അതിന് ഒരു 50 ഉണ്ടാക്കണം. അപ്പൊ പിന്നെ കുടുങ്ങണം. അങ്ങനെ ഈ ചെങ്ങായി നിരകിച്ച് ജീവിക്കണം. കോടി ഇവിടെ ഇങ്ങനെ ഉണ്ടായില്ലേ? അത് എന്തിനാണല്ലോ അമ്പാൽ പണം കൊണ്ട് ഇങ്ങനെ പെരുമടിക്കുക. അത് അയാളെ ബിൽഡിങ്ങാണ്. ഇപ്പൊ അയാൾ ഇവിടെ വാങ്ങിക്കൂട്ടി, അയാൾ അവിടെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. പിന്നെ അതിനിപ്പോ മുമ്പിൽ വില കൊടുക്കുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നാട്ടുകാർക്ക് ഭയങ്കര എന്താ, നാട്ടുകാർ തുണിയൊക്കെ റെഡിയാക്കി അയാളെ കാണുമ്പോൾ ഒരു ബഹുമാനമൊക്കെ ഉണ്ടാവും. ആ സാധു അതിനുള്ള ഇയാളെ പേരയിൽ മര്യാദയ്ക്ക് തിന്നാനും കൂടി ഇയാള് ചെക്ക് മടങ്ങലും പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മറ്റൊന്നും ഞാൻ വിളിക്കണ്ട, വേറെ വൈ നിങ്ങളെ പൈസ കണ്ടിട്ട് എന്നൊക്കെ പറയുന്നുണ്ടാവും. അത് തെര വൈ എന്നൊക്കെ പറയുന്നുണ്ടാവും, അങ്ങോട്ട് പറയുന്നുണ്ടാവും, ഇങ്ങോട്ട് പറയുന്നുണ്ടാവും. 50 ലക്ഷം രൂപ അടക്കാരനാണ് അയാൾ. അങ്ങനെ ഇതുകൊണ്ട് പെരുമ നടിക്കുക. ഞാൻ പറഞ്ഞാൽ കേട്ടോ, ഞങ്ങൾക്ക് എന്തിനാ കൂടത്തിന്റെ ഞാൻ അങ്ങനെ പറയല്ലോ. ഇവിടെ ഞാൻ സൂറത്ത് ഹദീദ് 20 ഞാൻ അങ്ങനെ പറയുന്നില്ല. ഖുർആൻ എന്ത് പറഞ്ഞാൽ തട്ടിപ്പിടിച്ചോട്ടെ. ഇതെന്തിനാ പറഞ്ഞത്? നമ്മൾ ഒറ്റ വായിച്ചോക്കണം, നല്ലതാണ്. ആർക്കോ വേണ്ടിയിട്ടല്ല, ആർക്ക് വേണ്ടിയിട്ട്? ഞമ്മക്ക് വേണ്ടി. ഹദീദ് 20-ാമത്തെ ആയത്തിലേക്ക് അന്ന് ഒറ്റ ഇങ്ങനെ വായിക്കാം. അതിന്റെ തഫ്സീറൊക്കെ ഉണ്ടാവും. അവർക്ക് മലയാളത്തിൽ അങ്ങനെ വായിച്ച് നമ്മളോട് സംസാരിക്കാം. എന്തിനാ പോയി വെറുതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഉള്ള എന്തെങ്കിലും തിന്നുപിടിച്ച് റാത്ത നിന്നാ പോലെ. ഇതമ്മ വെച്ചൊരു കെണിയാണത്. കെണിയിൽ തമ്മ പ്രഖ്യാപിക്കാണ്. അതിൽ പോയിട്ട് എന്ത് ചെയ്യണ്ട, കൊടുങ്ങണ്ടാണ്. പെരുമടിക്കലല്ലാതെ വേറെ എന്താ ഉള്ളത്? അങ്ങനെ പൈസ കിടക്കും. പൈസ കച്ചവടം, അവിടെ കച്ചവടം, ഇവിടെ കച്ചവടം, അപ്പുറത്ത്. ഞാൻ ഇത് പറഞ്ഞത് അതൊന്നും ചെയ്യണ്ടെന്നല്ല. അതൊക്കെ അവനവന്റെ ദീൻ ഒഴിവാക്കി ചെയ്താൽ നഷ്ടാണ്. ദീൻ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദീൻ എന്താവും? അത്ര കണിശൊന്നും നമുക്കുണ്ടാവില്ല. മെയിൻ ആയിട്ട് ഒരു സ്ഥലത്തിന്റെ ഒരു ബിസിനസ് നടക്കാൻ വേണ്ടി പോവാണ്, നമ്മൾ ബിൽഡിംഗ് വാങ്ങാൻ പോവാണ്. അതിന് മീറ്റിങ്ങിന് അയാൾ പറഞ്ഞത് 12 മണിക്ക് കൂടാന്നാണ് പറഞ്ഞത്.
12 ഒരുങ്ങിയിരിക്കുമ്പോൾ നൂറാൻ കൊടുക്കും. പിന്നെ അത് തീരുമ്പത്തിന് 1 മണി 1:30 മണി 2 മണി ആകുമ്പോൾ അന്നൂർക്കാർ ജമാത്തൊക്കെ പോകും. 12 മണിക്കാണ് ഇരിക്കണെന്ന് പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് പറ്റൂല എന്ന് പറയാൻ നമുക്ക് ധൈര്യം ഉണ്ടാവില്ല. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ അതിന്റെ ലാഭമൊക്കെ അവിടെ കണ്ടിങ്ങനെ നിൽക്കുകയാണ്. എനിക്കില്ല, എനിക്ക് എന്റെ ദൂരസ്കാരുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഞാൻ അഥവാ പറയുകയാണെങ്കിൽ എനിക്ക് വേറെ സ്ഥലത്ത് പോകണ്ടെന്നൊക്കെ പറയാം. എടുത്തു പറഞ്ഞാലോ എനിക്ക് ദൂരസ്കരിക്കാൻ എനിക്ക് പോകണം. അതുകൊണ്ട് ഇതൊരു ഭയങ്കര പെരുമ നടിക്കാനുള്ള സാധനമാണ്. അമ്പാലി വല്ല മക്കളെ കൊണ്ടൊക്കെ പെരുമടിക്കുക. ചില വാപ്പാറുണ്ടാവും. നമുക്ക് ഇന്നാളൊരാളൊന്നും ഇത് ഇന്ന സ്ഥലത്ത് സെക്കൻഡ് ഹോൾഡറാണ്, സെക്കൻഡ് റാങ്ക് ഹോൾഡറാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞില്ല. ആര് വലിയപ്പ പേരക്കുട്ടിനെ പറ്റി അങ്ങനെ അതൊക്കെ ഇയാളെ എന്ത് ചെയ്യാൻ. ഇപ്പൊ വല്യമാർക്കൊക്കെ +2 അല്ലെങ്കിൽ പിന്നെ SLC-ക്കൊക്കെ എന്തുണ്ടായാലും A+ പറഞ്ഞാൽ ഈ വല്യമ്മക്ക് ശരിക്കും അറിയില്ല എന്താ സാധനം. പക്ഷെ എന്നാൽ വല്യമ്മറിയും 10 A+ കിട്ടിയില്ല, 1 A+ പോയി, അതായി എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സങ്കടമാക്കി ഈ വല്യമാർക്കൊക്കെയാണ് ഭയങ്കര പ്രശ്നം. കാരണം എല്ലാവരും ഇങ്ങനെ ഫുൾ A+ ആണ് ഓൾക്ക്, ഇവൾക്ക് ഫുൾ A+ ആണെന്ന് പറയുമ്പോൾ വല്യമ്മക്ക് തോന്നാൻ എന്റെ പേരക്കുട്ടിക്ക് എന്ത് കിട്ടണോ, എന്താ A+ എന്നൊന്നും എന്ന് വെച്ചാൽ മനുഷ്യരിങ്ങനെ പെരുമ നടിക്കുക. മക്കളെ കൊണ്ടൊക്കെ പെരുമ നടിക്കുക. ചിലരോട് ആ കമ്പനി അതിലേക്ക് അതാരുടെ അത് എന്റെ ഉമ്മന്റെ അനുജത്തിനെ എന്റെ അളയമനെ കെട്ടിച്ച ആ എളാപ്പന്റെ പെങ്ങള് ഓരെ കെട്ടിച്ച് മോളെ കെട്ടിയ ആൾതാണ്. എന്നിട്ട് ആരുതാണ് മനസ്സിലായി? ഖുർആൻ പറഞ്ഞതാണ് മക്കളെ കൊണ്ട് സമ്പത്തുകൊണ്ട് എന്ത് കാണിക്കുക, പെരുമ നടിക്കുക. വലിയൊരു പൈസക്കാരുണ്ട് എന്ന് വിചാരിച്ചോളി. ഒരു അഷ്റഫ് അലി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ടോപ്പ് പൈസക്കാരനാണ് എന്ന് വിചാരിച്ചോളി. ആണല്ലോ അഷ്റഫ് അലി. ഞങ്ങളൊരു കുടുംബക്കാരനാണ്. ഏതോ വലിയ അപ്പനൊക്കെ അതിലൂടെ പോയിട്ട് അയാൾ 5 ഉണ്ടാവും. അയാൾ 5 ആരെയെല്ലാം ഉണ്ടാവില്ല. അയാൾ 5 ഇതേമാതിരി കുടുംബമുള്ളതല്ലേ. പൈസ കേട്ടായാൽ അയാളോട് കുടുംബം വെക്കാൻ, അയാളോട് ഭയങ്കര പെരുമ നടിക്കാൻ മനുഷ്യരിങ്ങനെ അറിയാതാവുക. ഞാൻ പറയണ്ട, ആര് പറയുന്നത്? എന്നിട്ട് അതിന് ബാക്കി പറയാം. ഒരു മഴ പോലെയാണ്. മഴ പെയ്താൽ എന്താണ്ടായ ചെറിയ ചെറിയ പുൽച്ചെടികളും സസ്യജാതികളൊക്കെ മുളക്കും, ഉഷാറാവും. ആ കൃഷി കർഷകരെ അത്ഭുതപ്പെടുത്തും. കുഫാർ എന്ന് പറഞ്ഞാൽ കർഷകർ എന്നാണ് ഇവിടെ അർത്ഥം. കാഫിര്യങ്ങളൊന്നും അർത്ഥം വെച്ചേക്കരുത്. ആജബൽ കുഫാറ നബാത്തു. കഫറ എന്ന് പറഞ്ഞാൽ മറിച്ചിക്കണം. വിത്തിനെ മറിച്ചിക്കുന്ന ആൾക്കാരാണ് ആര്? കർഷകൻ. ആ അർത്ഥത്തിലാണ് അയാളെ കുഫാർ എന്ന് പറഞ്ഞത്. ആജബൽ കുഫാറ നബാത്തു. ആ സസ്യങ്ങൾ എന്ത് ചെയ്തു പറഞ്ഞാൽ വളർന്ന് ഞാൻ ഉണ്ടാകുന്ന കണ്ടപ്പോൾ കർഷകൻ എന്തായി? ഭയങ്കര അത്ഭുതപ്പെടുത്തലും ഭയങ്കര പെരുമയും ഒരിതൊക്കെ വന്നു. ആജബൽ കുഫാറ നബാത്തുഹു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറ. അത് പിന്നെ ഇങ്ങനെ വാട്ടം തുടങ്ങിയിട്ട് അത് മഞ്ഞ കളറായി. വാഴ മഞ്ഞാവും, കവുങ്ങ് മഞ്ഞാവും. അതേമാതിരി സാധനങ്ങളൊക്കെ ഉണങ്ങാനാവുമ്പോൾ എന്താ അവര് മഞ്ഞ കളർ വരും. ഫതറാഹു മുസ്ഫറ സുമ്മ യകൂനു ഹുതാമ. പിന്നെ അത് പൊടിപടലങ്ങളാവും, ധൂളികളാവും, ഉണങ്ങിയിട്ട് ധൂളികളാവും. ഫതറാഹു മുസ്ഫറൻ സുമ്മ യകൂനു ഹുതാമ. അള്ളാഹു പറയാണ് ഇതേപോലെയാണ്. ഇതൊക്കെ ഇങ്ങനെ പച്ചപ്പ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിങ്ങനെ ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ എന്ത് സംഭവിക്കും? അതിന് വാട്ടം സംഭവിക്കും, അത് പിന്നെ ഇല്ലാതാവും, അത് പൊടിഞ്ഞു പോവും. ഈ മനുഷ്യരൊക്കെ ഇങ്ങനെ തന്നെയാണ്. വരുമ്പം ചെറുതായി, പിന്നെ കുറച്ച് ഇങ്ങനെ വലുതായി, കച്ചവടം ഉഷാറായി, കുറച്ച് ഇങ്ങനെ താഴത്തേക്ക് പോയി, പിന്നെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോവാണ്, ഇല്ലാതാകാൻ ആണോ അല്ലേ? ചെറുതിങ്ങനെ വന്നിട്ട് അള്ളാഹുതആല അവസാനം വൃത്തിയായിട്ട് സൂറത്ത് ഹജ്ജിലും മറ്റൊക്കെ ഈ സംഭവം പറയുന്നുണ്ട്. മനുഷ്യന്റെ തെറ്റിപ്പ് ബീജത്തിൽ നിന്ന് തെറ്റിച്ചു, പിന്നെ അതിന് മാംസപിണ്ഡമാക്കി, അതിനെ പിന്നെ എല്ലാക്കി, എല്ലിനെ മാംസം കൊണ്ട് പൊതിഞ്ഞു, പിന്നെ വേറെ രൂപമുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുതആല അതിന്റെ താഴ്ചക്ക് പറയുന്നത്. അങ്ങനെ മനുഷ്യർ ഒരവസ്ഥയിലെത്തും, നല്ല യുവത്വം, നല്ല കാര്യങ്ങൾ എല്ലാത്തിൽ നേരിടാൻ പറ്റുന്ന കണ്ടീഷനൊക്കെ വന്ന് പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ കാട്ടിക്ക് വരാൻ തുടങ്ങി.
മുട്ടിന് വേദന എടുക്കും, ഊരക്ക് വേദന എടുക്കും, കണ്ണിന് കാഴ്ചശക്തി കുറയും, മൂത്രയിച്ചാൽ പെട്ടെന്ന് മൂത്രയിക്കേണ്ടി വരും. അങ്ങനെ 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 താഴത്തേക്ക് വരുന്നത് നമ്മളിങ്ങനെ കാണാം, താഴത്തേക്ക് വരുന്നത് ഇങ്ങനെ കാണാം. എന്നിട്ട് അള്ളാഹു പറയുന്നത് സുമ്മ നുറദ്ദു ഇലാ അർദലിൽ ഉമരി ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈഅ. എല്ലാ അറിവുള്ളതിനോട് കൂടി, എന്നുവെച്ചാൽ എനിക്കാണ് ഇപ്പം നല്ല അറിവുള്ള എല്ലാം എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ ആ മനുഷ്യൻ അവസാനം എന്താണെന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക് അള്ളാഹു അവനെ കൊണ്ടെത്തിക്കണം. ആദ്യം കുട്ടിയായിരുന്നു, കുട്ടിക്കെല്ലാം അറിയില്ല, അതിന് പാമ്പാണ് കയറാണ് ഏതാ തിരിച്ചറിയില്ല. ഇതേപോലെ വാർദ്ധക്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താവൂല, കണ്ണ് കാണാതാവും, പിന്നെ കാര്യങ്ങൾ തിരിച്ചറിയാതാവും, പിന്നെ പറഞ്ഞത് ഓർമ്മ ഉണ്ടാവാതാവും. മോനോട് വരെ ചോദിക്കും, എന്ത് ജാരാണ്, മോളോട് ചോദിക്കും. എന്നാളത്തെ കൂട്ടുകാരനോട് പറഞ്ഞ് വലിയ താത്ത വന്നു, ഉമ്മനോട് ഇപ്പം വെറുതെ ഈ മോനക്കാർ സിറ്റൗട്ടിലിരുന്ന് വർത്താനം പറയുന്നു. അപ്പൊ അവന്റെ വലിയ പെങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇവൻ വെറുതെ ഉമ്മന്റെ ഇതെന്താന്ന് നോക്കാൻ വേണ്ടിട്ട് പറഞ്ഞ് പിന്നെ കക്കിട്ടീരിയിലെ താത്ത വരുന്നുണ്ടല്ലോ എന്ന്. വേറെ അവന്റെ ഒരു അമ്മയിന്റെ മോളോ അവരാരമാണ്. അപ്പം തന്നെ നീച്ചുന്ന ആ ഒരു സ്റ്റൈലിൽ, ഏത് അമ്മായിന്റെ മോള് വരുമ്പോണ്ടായ ഒരു സ്റ്റൈലിൽ ഇങ്ങനെ പെരുമാറിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ നിന്നിങ്ങനെ നോക്കിയപ്പോ മോളാന്ന് പറഞ്ഞപ്പോ ഇവനോട് ഒറ്റ ചീത്തറിഞ്ഞ്. അപ്പൊ ഇവര് രണ്ടാളും പാടാ. അപ്പത്തിന് ഇവൻ പറയാണ്, പെങ്ങള് ഭയങ്കര കരച്ചില്, നിങ്ങൾക്ക് ഇന്ന അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഓള് കല്യാണം. ഒരു സീൻ ഞാൻ വെറുതെ തമാശാക്കിയതാണ്, അവിടെ ഒരു സീൻ ഉണ്ടായില്ല. ആ പെങ്ങൾക്ക് കരച്ചില് എന്ത് ഇമ്മന്നെ അറിഞ്ഞില്ലല്ലോ, അവിടെ ഏറ്റവും മൂത്ത മോളാണ്, കുറെ മക്കളുണ്ട്, ഇമ്മന്നെ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുന്നത്. അപ്പൊ എന്താ വയസ്സായതിനനുസരിച്ച് അറിയാതാവും. അള്ളാഹു പറയാൻ അവർക്കാണ് കൊണ്ടെത്തിക്കാൻ. തുമ്മയൂന്ന് ഹുതാമ എന്ന് പറഞ്ഞാൽ അതെന്തായി, പൊടി പടലങ്ങളായി ധൂളികളാകുന്ന മനുഷ്യൻ ഇങ്ങനെ പോയിട്ട് തീരും. പിന്നെ ഒരു വാപ്പാടങ്ങനെ ഇരിക്കുന്നുണ്ടാവും, ഒരു ഉമ്മാടങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അയാളെ ഇതിന് മുമ്പ് ഈ സാമ്രാജ്യത്തിന്റെ അധിപൻ, ഇപ്പം അയാൾ പണ്ട് കുട്ടികൾ വരുന്നുണ്ട്, വണ്ടി എടുക്കുന്നുണ്ട്, പോകുന്നുണ്ട്, പിന്നെ അങ്ങോട്ടാക്കുന്നുണ്ട്, സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, ഇറക്കുന്നുണ്ട്, ഇതാക്കുന്നുണ്ട്. ഇതൊന്നും ആയിട്ട് ആർക്ക് ബന്ധമില്ല. പറയുവായി ഈ വാപ്പക്ക് ബന്ധം. അപ്പൊ അങ്ങനെ കാണുന്നുണ്ടെന്ന് മാത്രം, ആരെയാരും മെയിൻറ്റാക്കില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ആയിക്കോട്ടെ തന്നെ പോകും, നേരെ ഊട്ടം ചെയ്യും. കാരണം കുട്ടിക്കാരെ വാപ്പക്ക് എന്തായിട്ടുണ്ട്, വയസ്സായി, ചെന്നിയായി, സോഡിയം കുറവ് എന്നൊക്കെ പറയും. എന്തല്ലേ ചെന്നിയില്ല, സോഡിയം കുറവ്. അതിന്റെ പേര് മോശമാക്കണ്ടായിരുന്നു. ഇതിലെ പരിപാടിയൊക്കെ ഒന്ന് തന്നെ, ചെന്നി. ഒറ്റ കാലിക്ക് ആ വാപ്പക്ക് എത്ര വേദന ഉണ്ടാവും ഒരെങ്കിലും. നിങ്ങളുടെ പെരയിലെങ്കിലും വയസ്സായ വാപ്പുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അന്ന് അയാൾ അറിയാതെ ഒരു കാര്യം ആ പെരയിൽ പറമ്പില്ല, നാട്ടിൽ നടക്കില്ല. ഇന്ന് അയാൾ ഒരു കാര്യവും അറിയില്ല. ഞാൻ ചെറിയ പേരക്കുട്ടിയൊക്കെ ഉണ്ടാവിടെ, ഓട് ഇവിടെ ഉണ്ടാവട്ടോ, ഞങ്ങളൊന്ന് പോയി വരട്ടോ. ആര് പെണ്ണുങ്ങളൊക്കെ ഇയാളെ ഓൾക്ക് വേണ്ടിക്കാണ് അയാൾ ഈ കോൺഫിഡായത്. എത്ര വേദന ഉണ്ടാവും. മക്കളോട് ഞാൻ നല്ലൊരു കാര്യം പറഞ്ഞേക്കാം, കേട്ടേക്ക്. ഞാനിങ്ങനെ ഒരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ പറഞ്ഞെടുക്കുമ്പോൾ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, കുറച്ച് പ്രായമുള്ള ആളാണ്. മൂപ്പര് അവിടുന്ന് ഇങ്ങനെ പറയുന്നത്, ഞാൻ പറഞ്ഞ കുട്ടികളൊക്കെ വണ്ടി ഓട്ടാനായി കഴിഞ്ഞാൽ പിന്നെ ഉമ്മാര് അങ്ങനെ കൊണ്ടുപോലാണ്. പിന്നെ പുയ്യാപ്പിളാരൊന്നും ആവശ്യമില്ല, ആർക്ക് ഉമ്മാർക്ക് സാപ്പാടൊന്നും ആവശ്യമുണ്ടാവില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോ മൂപ്പരിനോട് പണ്ട് നോക്കണ്ട, ആ ആക്റ്റീവ ഉണ്ടല്ലോ, ആ മറ്റേ സ്കൂട്ടി അല്ലെങ്കിൽ ആക്റ്റീവ, അത് ഓട്ടി തുടങ്ങിയാൽ മതി. ഇല്ല കടന്നിട്ട് വണ്ടി ഓട്ടാൻ മതിയാണ്, പിന്നെ കഴിഞ്ഞു. അവൻ ചെറിയ ചെക്കന്മാര് 16 വയസ്സ് 17 വയസ്സ് 18 വയസ്സ് 19 വയസ്സൊക്കെ ആകുമ്പോൾ വണ്ടി ഓട്ടാൻ തുടങ്ങും. അപ്പം ഉമ്മാര് പറയും, ജില്ല അവിടെ ഇറക്കിയെന്നാ, ജില്ല ഇവിടെ ഇറക്കിയെന്നാ പറയും. ഉമ്മാരും വരും ഇങ്ങനെ പോവാ. ഈ വാപ്പ അപ്പു പാവം അയാൾ അവിടെ അങ്ങനെ നിൽക്കുക. ഈ ഒരു ടീമിന് വേണ്ടിയിട്ടായിരുന്നു അയാളെ രക്തവും അയാളുടെ മജ്ജയും അയാളെ എല്ലാം ചെലവാക്കി ഇവരൊരു സെറ്റപ്പിൽ എത്തിക്കാൻ വേണ്ടി ഇന്നൊരു കോണയിൽ ഒരു മൂലയിൽ ആ വാപ്പനക്കാണ്. അതുകൊണ്ട് മക്കളോട് ഞാൻ പറയണം, നിങ്ങൾ ബീച്ച് പോലും നിങ്ങൾ ഉടുക്കുവാനും കുഴപ്പമില്ല, വാപ്പനോടും ഉമ്മനോട് അനുവാദം ചോദിക്കാൻ പറയണം. അല്ലെങ്കിൽ ഉമ്മാര് നരകത്ത് പോയി കിടക്കേണ്ടി വരും. അവിടെ എടുത്ത് കൊണ്ടാലല്ല, നിങ്ങൾ ഉപ്പാനോട് ചോദിച്ചെന്ന് നിൽക്കാം, നിങ്ങൾ ഉപ്പാനോട് ചോദിച്ചെന്ന് നിൽക്കാം. ഇതാ ഞങ്ങളോട് വളരെ സ്നേഹത്തോടെ പറയണം, ആ അക്രമങ്ങൾ ചെയ്യരുത്. ആ വാപ്പ ഒരാൾ പോയി കഴിഞ്ഞാൽ അയാളെ പഴയ കാലം അയാൾ ഓർക്കും. വെയിൽ കൊണ്ടത്, ആൾക്കാരെ അടി കൊണ്ടത്, ആൾക്കാരെ അയാൾ കേട്ട ചീത്തകൾ, അതൊക്കെ മനുഷ്യന്റെ ഉള്ളിൽ വരും. ആ മനുഷ്യനെ ഒറ്റക്കാക്കിട്ട് ഇങ്ങനെ പോവാം. അയാൾക്ക് ചിലപ്പോൾ കാലിന് വേദന ഉണ്ടാവും, ഒട്ടും മടങ്ങലുണ്ടാവില്ല.
കൊണ്ടായ അടങ്ങാറായിരിക്കാം, അയാളോട് ഒറ്റയ്ക്ക് നിൽക്കാനും മതി, അവിടെ ആളും ഉണ്ടാവാം. പക്ഷെ പോരല്ലോ, അയാൾ കുടുംബമായി ജീവിച്ച മനുഷ്യനല്ലേ, ഇവർക്ക് വേണ്ടി രക്തവും മജ്ജയും ചെലവാക്കിയ ആളല്ലേ. ഇതൊക്കെ നമുക്ക് പറ്റുന്ന അബദ്ധാണ്. നമ്മളമ്മല്ലേ, അമ്മ പറഞ്ഞല്ലേ ഞാൻ കേൾക്കണ്ടേ? ഓക്കെ, അമ്മ പറഞ്ഞ തന്നെ നമ്മൾ കേൾക്കണ്ടേ. പക്ഷെ ഉമ്മനോട് ഉമ്മക്ക് കടമുള്ള ആളും അവിടെ പെരയിലുണ്ട്, അവിടെ പറഞ്ഞേക്കണം. ഇതാ ഉപ്പാനോട് ചോദിച്ചേക്ക്. അതാത് ആ മൂലയിൽ നിൽക്കുമ്പോൾ വേണ്ടാന്നൊന്നും പറയില്ല, പക്ഷെ അയാൾക്കൊരു അംഗീകാരം ഉണ്ടാവുമല്ലോ. ഈ തെറ്റുകൾ ആരും ചെയ്യരുത്, ഈ തെറ്റ് ചെയ്യരുത്. ഇതിപ്പോ എനിക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പൊ പ്രതിരോധിക്കാനുള്ള എന്തുണ്ട്? പ്രതിരോധ ശേഷി നമ്മളെയുണ്ട്, കഴിവുണ്ട് നമുക്ക്. ഈ പോണോട് നടന്നു ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് എന്നൊക്കെ പറയാം. പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യനും ഒതുങ്ങും, ഏത് പോക്കിലും ഒതുങ്ങും. അതാണ് പ്രശ്നം പറഞ്ഞത്. ഹുത്താമ, പിന്നെ പൊടിയാവും. തണ്ടിൽ നിന്ന ചെടി ഉണങ്ങി പൊടിയായി. ആ ഹുത്താമ വാർദ്ധക്യത്തിൽ ഇത്തിരി സൈഡിലാവുന്നു. നല്ല പറയാം. നിങ്ങൾ വെറുതെ എന്താണെന്ന് എനിക്കറിയില്ല, വെറുതെ ആൾക്കാരോട് സംസാരിച്ചൊക്കെ മതി. ഒരു എബോവ് 65, 70 ഒക്കെ എത്തിയ ആൾക്കാരോട് വെറുതെ ഓർക്കൊക്കെ കമ്പനി കൊടുക്കുന്നത്. ചെറുപ്പക്കാരോടാണ് ഞാൻ പറഞ്ഞത്. ഓർക്കൊക്കെ ഒരു കമ്പനി കൊടുക്കി, ഇടയ്ക്ക് ചാടിക്കാൻ പോകണ ഓരൊക്കെ കൊണ്ടുപോയി ഓരോ കൂടെ കൊടുത്തെടുത്തു. ഭയങ്കര സന്തോഷമൊക്കെ കഴിക്കാൻ. ഓർക്ക് കുറെ പറയാനുണ്ടാവും. ജീവിതം നമ്മൾ പഠിക്കേണ്ടത് ബുക്ക് നല്ല ജീവിതം. പിന്നെ എവിടുന്ന പഠിക്കേണ്ടത്? ഈ പറഞ്ഞ ആൾക്കാരെ ജീവിതം പഠിച്ചു നമുക്ക് മനസ്സിലാവും. ജീവിതം ഒരു കാലത്ത് ഓരോ ഇങ്ങനെ ഒരു കറക്റ്റ് നമുക്ക് പറഞ്ഞു തരും. ഓരനുഭവിക്കുന്ന നോവുകൾ, വേദനകൾ. പൈസ ഉണ്ടാവും, വണ്ടി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നോവുകളുടെ വലിയ വലിയ മാറാപ്പുകൾ തലയ്ക്കിടുണ്ടാവും. അയാൾ വണ്ടിയൊക്കെ രാവിലെ പീടിയൊക്കെ പോകുന്നുണ്ടാവും, പക്ഷെ അയാൾ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയായിരിക്കും. മരക്കളും പേരക്കുട്ടികളും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഓരോ പ്ലാനുകൾ നടപ്പിലാക്കുന്നു. ഇയാൾക്ക് ഇഷ്ടമില്ലാത്താണെങ്കിലും ആ സാധു ഗതികോടുകൊണ്ട് സമ്മതിച്ചു കൊടുത്തിട്ട് അതിന്റെ ദുരന്ത ഫലങ്ങളുടെ ദുർഗന്ധം അയാൾ ആസ്വദിച്ച് ജീവിക്കുന്നു. ആ ആൾക്കാരോട് നിങ്ങൾ സംസാരിച്ചു, അവരോടാ സംസാരിക്കേണ്ടത്. ഓർക്കാണ് സമയം കൊടുക്കേണ്ടത്. പ്രായമുള്ള ആൾ അവരോട് ഇങ്ങനെ ചോദിച്ചു നോക്കും. ഓരിങ്ങനെ പറഞ്ഞു നമുക്ക് പെട്ടെന്നൊന്നും പറയില്ല. കുറച്ച് കഴിഞ്ഞാലും അവർക്ക് വളരെ അടുത്ത ആളാണ്, അവരോട് പറയാൻ പറ്റുമെന്ന് അവർക്ക് പറഞ്ഞതിന്റെ സമാധാനമെങ്കിലും ഉണ്ടാവും. മറ്റേത് ആരോടും പറയാൻ കഴിയാതെ വിങ്ങിപ്പൊട്ടി ജീവിതം തീർന്നു പോകാൻ. ഉമ്മയ്ക്കൂന്ന് ഉത്താമ, പൊട്ടിപ്പടലങ്ങൾ എന്ന് പറഞ്ഞത് എന്തോ പൊടിയാവുമല്ല, ഇതന്നെ ജീവിതം പൊടിയാക്കണം. മഞ്ഞ കളറാവും. അത് മഞ്ഞ കളറാവും. ചെടിയൊക്കെ ഉണങ്ങണ്ട, അതിനകത്താണ് മഞ്ഞ. ഉത്താമ, പിന്നെ അത് പൊടിയാവും. ജീവിതം ആ പൊടിയാണ്. ആദ്യം നല്ല തണ്ടിൽ നിന്ന് ഉഷാറുണ്ടായിരുന്നു, പിന്നെ അതിങ്ങനെ വരുന്നത് മഞ്ഞ കളറായി, പിന്നെ പൊടിയായി തീരാൻ പോവാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞ വേഗം വേറെ സ്ഥലത്തേക്കാ കൊണ്ടുപോകണം. അള്ളാഹു തന്നെ. പിന്നെ പറഞ്ഞെന്താ അറിയോ? ഈ ചെടിയല്ല, ഈ പാടിയല്ല, ഒന്നല്ല. ഇത്ര പറഞ്ഞിട്ട് അല്ല പറയാൻ വഫിൽ ആഖിറത്തി അദാബുൻ ശദീദ്. എന്തായാലും അർത്ഥങ്ങൾ ഒറ്റക്കെന്ന് വെച്ചു നോക്കി. കമസലി ഗൈസിൻ അജബൽ കുഫാറ നബാതു ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد. ഇവിടെ ഒക്കെ പറഞ്ഞത് ദുനിയാവാണ്. ചെടിയും കളിയും തമാശയൊക്കെ പറഞ്ഞത്. വഫിൽ ആഖിറത്തി അദാബുൻ ശദീദ്, ആഖിറത്തിൽ കഠിനമായ ശിക്ഷ ഉണ്ടാവും. വഫിൽ ആഖിറത്തി അദാബുൻ ശദീദുൻ വമഗ്ഫിറത്തുൻ മിനല്ലാഹി വറിദ്വാൻ. പിന്നെ അല്ലാഹുവിന്റെ ഭാഗത്തുള്ള മഗ്ഫിറത്തും ഉണ്ടാവും, അവന്റെ തൃപ്തി ഉണ്ടാവും. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. അതിന്റെ രണ്ട് അങ്ങനെയാണ് അയച്ചത്. വമൽ ഹയാത്തുദ് ദുനിയ, ഭൗതിക ജീവിതമല്ല, ഇല്ലാ മതാഉൽ ഗുറൂർ, വഞ്ചനയുടെ ചരക്കല്ലാതെ വേറൊന്നുമല്ല കേട്ടോ. അതെന്തോ സംഭവമാണ് വിചാരിച്ചിട്ട് അള്ളി അതിന്റെ മേൽ കൂടി കുടുങ്ങാൻ നിൽക്കണ്ട. ഇവിടെ ഇങ്ങനെ വഫിൽ ആഖിറത്തി അദാബുൻ ശദീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെടി ഉണങ്ങിയതിന്റെ ആഖിറത്ത് നിശ്ചയമായിട്ട് നമ്മൾ ചിന്തിക്കാം. അല്ല, അള്ളാഹു പറയാണ് ഈ കളിയും തമാശയും ഈ ദുരഭിമാനം നടിക്കലും സമ്പത്തിന്റെയും മക്കളുടെയും പെരുമ നടിക്കലൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നറിയോ? വഫിൽ ആഖിറത്തി അദാബുൻ ശദീദ്, കഠിനമായ ശിക്ഷയ്ക്ക് ആഖിറത്തിൽ ഉണ്ടായ. ദുനിയാവിന് അത്യാവശ്യം കിട്ടി, ആഖിറത്തിൽ കഠിനമായ ശിക്ഷ ഉണ്ടാവും. ആർക്ക്? ദുർവൃത്തരായ മനുഷ്യർക്ക്, ഈ കളിയും തമാശയും കുടുങ്ങിയവർക്ക്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഫിൽ ആഖിറത്തി അദാബുൻ ശദീദ് വമഗ്ഫിറത്തുൻ മിനല്ലാഹി വറിദ്വാൻ.
ഇനി പടച്ചോനെ ഭയപ്പെട്ട് അവനെ തൃപ്തിപ്പെടുത്തി സർവൃത്തനായ നല്ലൊരു മനുഷ്യനായി ജീവിച്ചാൽ അവനമ്മ പുറത്തു കൊടുക്കും, വരിവാൻ അവന്റെ തൃപ്തിയും അല്ലാഹു നൽകും. എന്നിട്ട് അല്ലാഹു പറയാണ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ, ഭൗതിക ജീവിതം വഞ്ചനയുടെ ചരക്കല്ലാതെ വേറൊന്നല്ല കേട്ടോ. അല്ലാഹു സർട്ടിഫൈ ചെയ്താണ്. നിങ്ങൾ ഈ ഓടി നടക്കുന്ന ഈ വാരിക്കൂട്ടുന്ന ഈ സാധനം ഉണ്ടല്ലോ, അത് വഞ്ചനയുടെ ചരക്കാണ്, മതാഉൽ ഖുറൂറാണ്. ഞാൻ പറയല്ല, അല്ലാഹു പറയാൻ. നമുക്കിത് മനസ്സിലാവില്ലാതെ മാത്രം. ചതി ഉണ്ടെങ്കിലാണ് ഇപ്പൊ എലിയൊക്കെ വന്ന് പെടുന്നത്. എന്തുകൊണ്ടാ? ചതി സ്റ്റൈൽ വെച്ചിട്ടാണ്. ആണല്ലേ? ആണോ അല്ല ഭൈ? അല്ലാതെ എലി പെട്ടെന്ന് അത് വന്ന് കയറൊന്നുമില്ല. അതിന് പറ്റിയൊരു ഫുഡ് ഒരു കോളത്തുമൊക്കെ വെച്ച് കെണിയൊക്കെ വെച്ച് അത് നല്ലപോലെ നോക്കിയപ്പം ഫുള്ള് തുറന്ന് കിടക്കുകയാണ്. എന്ത് വൈ? ആ കൂട് നമ്മളെ എലി വരാം. അല്ലല്ല, എലിയാടെ വന്നിട്ട് മൊത്തം എന്ത് ഒരു സെർച്ചൊക്കെ ചെയ്തിട്ട് കറക്റ്റ് നോക്കുമ്പോൾ കൂട് നല്ലപോലെ തുറന്നെടുക്കാണ്. സുഖമായിട്ട് 5 എലിക്ക് പോകാൻ പറ്റും. ആ സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് നാഷണൽ ഹൈവേ എന്ന് വിചാരിച്ചിട്ട് കയറുകയാണ്. പക്ഷെ ആ പാവം എനിക്കറിയില്ല, ഇതുമ്പോ തൊട്ടാല് എന്താവും പറയുക. ഇതൊക്കെ അടിയെന്നുള്ളത് ആ പാവം എനിക്കറിയില്ല. കാരണം ആ എലി നോക്കുമ്പോൾ അതൊന്നും കാണില്ല. കാരണം ആ ഡോറിന് എവിടെ ഉള്ളത്? മുകളിലേക്കാണ് ഉള്ളത്. ഇതിന്റെ പേരാണ് ഗുറൂർ എന്ന് പറഞ്ഞത്. വഞ്ചന, ചതി നിർമ്മിതന. അയാൾക്ക് പോയിട്ട് ഒറ്റപ്പെടുക. അതോടുകൂടി അടുത്ത ഇതിൽ നിങ്ങൾ കുടുങ്ങല്ലി എന്നാണ് ആര് പറയുന്നത്? ഇതിങ്ങനെ പല പോലത്തെ ഡോറൊക്കെ തുറന്ന് വെച്ചിങ്ങനെ നിൽക്കരുത്. നിങ്ങൾ ഒറ്റക്കാലത്തേക്ക് ചിലരെടുത്ത് ഇങ്ങനെ ഭയങ്കര കച്ചവടത്തിന്റെ സ്റ്റൈലൊക്കെ ഇങ്ങനെ വന്ന് മോള് ഡോറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിന്ന് പൈസ കിട്ടി ഓനോട് വാങ്ങി ഇവരോട് വാങ്ങി അങ്ങനെ ആദ്യം 10 ലക്ഷം രൂപ വാങ്ങി കൊടുത്തിട്ടുണ്ടാവും. അതിനെ എല്ലാ മാസം കറക്റ്റായിട്ട് എത്ര എടുക്കണി? എത്രയെങ്കിലും സംഖ്യ 10,000 രൂപ 15,000 രൂപ കൊടുത്തു. 15,000 കൊടുത്ത എത്രയായി? 10 ലക്ഷത്തിന് 1,00,000 രൂപയായി. കച്ചവടം കുറെ ആൾക്കാർക്കുണ്ടാവും. അത് ഇവിടെ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന കണ്ടിച്ചപ്പോൾ വളരെ കുറവാണ്. അത് കണ്ടാലറിയാം ഇത് കിട്ടാനുള്ളതല്ല, അത് കുറച്ച് കാലം മറ്റേത് വാങ്ങി തരാമെന്നാണ്. അങ്ങനെ 15,000 എല്ലാ മാസം കിട്ടുന്നതാണോ? മറ്റൊന്നോട് 25,000 വാങ്ങും, പിന്നെ 25 ലക്ഷം വാങ്ങും, മറ്റൊണ്ട് 50 ലക്ഷം വാങ്ങും. അങ്ങനെ സാധു മനുഷ്യനൊക്കെ 3 കോടിയിൽ എന്തായിരുന്നു കടക്കാരനായി. കാരണം ഈ മുകളിലെ ഡോറ് കാണില്ല. ഈ ആകെ തൂങ്ങി കിടക്കുന്ന തേങ്ങാപ്പൂളും ആ സാധനമാണ് കാണുന്നത്. ആട് പോയാട് കടിച്ച കണ്ട് അടുപ്പില്ല. ഇതിന്റെ പേരാ ഗുറൂർ എന്ന് പറഞ്ഞത്. ഇത് അല്ലാഹു പറഞ്ഞതാണ്. ഉമ്മാരൊക്കെ സാധാരണ എന്താ ചെയ്യല്? ഒരു കുട്ടി വീട്ടിലിങ്ങനെ ചെറിയ ഒരു ടൈം ഉണ്ട്. പ്രാവിനെ പൂറ്റുക, പിന്നെ തത്തനെ പൂറ്റുക, അണ്ണാനെ പൂറ്റുക. കണ്ട അണ്ണാന്റെ വീട്ടിലൊക്കെ പായുന്നൊരു കാലമുണ്ട്. കാരണം അതിനോടൊരു കാലമാണ്. ഇപ്പൊ അണ്ണൻ കൂടെ വന്നാൽ ഒരായിക്കോട്ടെ എന്നറിയും, നമുക്ക് നേരമില്ല. അപ്പൊ അതിനൊക്കെ കൂടെ കണ്ടാക്കി അങ്ങനെ ഒരു പ്രാവിനൊക്കെ അല്ലെങ്കിൽ തത്തനൊക്കെ പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിന് ഭക്ഷണം കൊടുക്കും. പ്രാവിനൊക്കെ ഇങ്ങനെ തുറന്നിടും. സ്കൂളിൽ വരുന്ന കുട്ടികളൊക്കെ വിരലെന്നെ എടുത്തു നോക്കിയിട്ടാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ഈ പ്രാവിനെ വളർത്തരുത്, നല്ലതല്ല, അത് കറാഹത്താണ് എന്നൊക്കെ പറയുന്നത്. നമ്മളോടല്ലോ നല്ലതല്ല എന്നുള്ളത് നല്ല മനുഷ്യന്മാരോട് പറഞ്ഞാണ്. അല്ലേ? അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് എപ്പോഴും കണ്ണ് മുകളിലുണ്ടായിരുന്നു. പ്രാവിനെ പോകുന്ന വീട്ടിലെ നോക്കിയാൽ എപ്പോഴും അങ്ങനെ മേപ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മാളിന്റെ മുകളിലൊക്കെയുള്ള ആൾക്കാരൊക്കെ കാണ്ടിയിരുന്നു. എപ്പോഴും മുകളിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ അന്തം വിട്ടിട്ട് ഇങ്ങനെ നടക്കുക. വീട്ടില് ഒരു ചെറിയ സാധനമൊക്കെ പറഞ്ഞ പോലും കാണും. അങ്ങനെ പ്രാവിന്റെ ബാക്കിലായി ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരുത്ത് ഗോതമ്പ് ചെറുപയറൊക്കെയാണ് വാങ്ങി കൊടുക്കലായിരിക്കും. പ്രാവിന് സ്കൂളിൽ വന്നാൽ ബുക്കട് അവിടെ സിറ്റൗട്ട് കിട്ടുക, എന്നിട്ട് വേഗം പോയി കൂടെടുക്കുക. എന്നിട്ട് അതിനിങ്ങനെ കിളിക്കിച്ച് ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആൾക്കാർ പാറിനൊക്കെ കണ്ടാലും മുമ്പിലേക്ക് തോന്നും. അവൻ ചോറിയിട്ടില്ല. ആര്? കുട്ടി അവന് ഭയങ്കര ആരാണ്. അങ്ങനെ നിൽക്കുമ്പോൾ രാത്രി ഒരു ദിവസം ഉമ്മ ഒരു ഐറ്റംസ് കൂട് പുറത്തിറക്കി. അവൻ കൂടിന്റെ ആളാണല്ലോ, ഒരു നല്ല ഗ്രില്ലൊക്കെ ഉള്ള നല്ലൊരു കൂട്. ഉമ്മനോട് ചോദിച്ചു, ഇതെന്താണ്? ഇത് കൂടാണ്. എന്തില്ല? എലിക്കുള്ള. എന്തില്ല? എലിക്കുള്ള കൂട്. അവൻ ചോദിച്ചു ഇതെന്താണ് സംഭവം? ഉമ്മ ഉണ്ട് ഇങ്ങനെ തേങ്ങന്റെ അല്ലെങ്കിൽ കപ്പ അത് അടുപ്പിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിനെ കുത്തി അടുപ്പിൽ ചൂടാക്കുന്നതിനാ പെരയിൽ സ്മെല്ല് അപ്പുറത്തെ പെരയിൽ കൂടി വരട്ടെന്ന് വിചാരിച്ചു. ഇതൊക്കെ കൊളത്തി എങ്ങനെ കഴിച്ച് അവിടെ വെക്കുന്നത്. ഇവിടെ ചിലർക്ക് എലിക്കുള്ളതാണ്, ഫുഡാണ് എലിക്കുള്ളത്. അങ്ങനെ പോകുമ്പോൾ ആലോചിക്കണം, ഇതൊക്കെ നമുക്ക് ഭ്രാന്തുണ്ടോ? ഞാൻ പ്രാവിനെ നോക്കണേ, വേറെ ഉമ്മ എന്തേ നോക്കാണ്? എലിനെ നോക്കുകയാണ്, എലിക്ക് ഫുഡൊക്കെ കൊടുക്കണേ. ഇത്ത ഉമ്മന്റെ കഥ എന്നൊക്കെ ഇവൻ ആലോചിക്കുന്നുണ്ട്. സംഭവം ശരിയെന്നല്ലേ?
അവിടെ പ്രാവിന് കൊടുക്കുന്ന ഫുഡാണ്, പ്രാവിന്റെ കൂടാണ്, ഇവിടെ എലിന്റെ കൂടാണ് അതിന് ഫുഡ് കൊടുക്കുകയാണ്. പക്ഷെ രണ്ടർത്ഥത്തിലാ കൊടുക്കണേ. എന്താണ്? അവൻ അതിനോട് ഇഷ്ടത്തിന്റെ പേര് കൊടുക്കുകയാണ്, ഇത് എന്തിനു കൊടുക്കുകയാണ് പറയണേ? ഇതോടുകൂടി അതിന്റെ എന്തായി? അന്ത്യായി. അങ്ങനെ ലൈറ്റൊക്കെ ഓഫാക്കി കഴിഞ്ഞാൽ എലി വരും. എലി സ്മെല്ലൊക്കെ അടിച്ചിട്ട് പാവം വരും. അവർ ചെറുപ്പക്കാരൻ എലി ഹൈ സ്പീഡിൽ ഉണ്ട്. ഒന്ന് ഞാൻ നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി എവിടെ ഒരു തടസ്സമൊന്നുമില്ല. ഒരൊറ്റക്കാരില്ല, ബിസ്മില്ല. ഒരു ആക്രമുണ്ട് അല്പം അതൊന്നണമായി ഒരൊറ്റക്കടി എലി ആ കപ്പ കഷ്ണത്തിന് അപ്പൊ മനസ്സിലായി എന്തായി? വിട്ടുപോയി. പിന്നെ ഇങ്ങനെ ഇതിനുള്ളിൽ കിടന്ന് കറങ്ങാണ്. ആര്? ഈ എലി. എന്തിന്? പുറത്തേടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നമുക്കറിയില്ല. ഏതായാലും പെട്ട് എന്നാ ഇതാ തിന്ന് തീർക്കാന്ന് വിചാരിക്കോ? വിചാരിക്കില്ല. പെട്ടി പിന്നെ തിന്നാൻ എന്തില്ല, പിന്നെ അവിടെ മൂലയിൽ ഇങ്ങനെ നിൽക്കില്ല. അപ്പൊ മണം പൊടും നിന്നില്ല. ഒരാളെ പെട്ടിട്ടുള്ളൂ. മണം കേട്ട് അടുത്തൊരു ഫാമിലി വന്നു. എലിന്റെ ഉമ്മയും ബാപ്പിയും 2 കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയാ തിന്നാൻ. അപ്പൊ നോക്കുമ്പോ നല്ല മണന്റെ ഇവിടെ ഞാൻ നോക്കുമ്പോ നല്ല അടിച്ചു പുള്ളി ഗ്രില്ലിന്റെ കൂട് സെറ്റപ്പ്, നല്ല നീല പെയിന്റൊക്കെ അടിച്ചേ. നോക്കുമ്പോഴായി ഫുഡ് ഒരു നല്ല നോക്കുമ്പോഴേ അതിലൊരു വിദ്വാനം ചെയ്തിട്ട് അതിലിങ്ങനെ നിൽക്കുന്നുണ്ട്. അമ്മൂലിങ്ങനെ കുറെ അതിലുള്ള കൂടെ ഒക്കെ നോക്കി. പിന്നെ ഓളിങ്ങനെ മുട്ടി ബൈ നീ തുറക്കൂ പ്ലീസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആരോട് ബൈ? ഈ എലിനോട്. ഒന്ന് തുറക്കൂ, ഞങ്ങളും കൂടി വരട്ടെ, ഒറ്റക്ക് തിന്നല്ലേ എന്റെ ആക്രമണമൊക്കെ പറയുന്നത്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇടിച്ചു കയറുന്ന പരിപാടിയാണ്. ആർക്ക് വഴി? ഈ പുറത്തുള്ളവർക്ക്. ആ ചങ്ങായാണെങ്കിൽ കുടുങ്ങിട്ട് എങ്ങനെയെങ്കിലും തുറന്നിട്ട് കഴിച്ചിലാവേന്ന് വിചാരിച്ചിരിക്കുക. എങ്ങനെയെങ്കിലും കഴിച്ചിലാവേന്ന് വിചാരിച്ചിരിക്കുക. ഞമ്പലാണ് കാര്യത്തിലേക്ക് കയറാം. ഇതാണ് ഇപ്പൊ ഇന്ന് ദുനിയാവ് നടക്കുന്നത്. ഒരുത്തം വലിയ വണ്ടി, വലിയ ബ്രാൻഡ് ഷോപ്പ്, അവന്റെ ചാവി ഇങ്ങനെ കറക്കല്, അവനിങ്ങനെ ഇറങ്ങി പോലൊക്കെ കണ്ടിട്ട് ബാക്കിയുള്ള പോലൊക്കെ അതേമാതിരി ആവാണ്ടേ ഓനാണ് ഇവിടെ കോടികളോട് കടായിട്ടുള്ള കറക്കലാണ്. ഏത് ഒരു ലക്ഷ്യമില്ലാത്ത കറക്കലാണ്. നമ്മളേതോ കാര്യത്തിന് കറക്കലാണ്. വലിയ വണ്ടി കൊണ്ടെടുക്കണേന്റെ പിന്നാണ് പറഞ്ഞാൽ ആരോടെങ്കിലും ചെറുതായി തോണ്ടണമെങ്കിൽ കൊടുക്കുമ്പോൾ ആൾക്കാരെന്താ വിചാരിക്കില്ലല്ലോ, 2 ലക്ഷം കൊടുത്താൽ പറഞ്ഞില്ല അവന്റെ വണ്ടി ഉണ്ടല്ലോ കുടിച്ചു പോരാൻ. അതിനൊക്കെ 35 ആളുണ്ടാവും. ലാസ്റ്റ് പൊട്ടിക്കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കിടിച്ചു കയറാൻ നിൽക്കുകയാണ്. ഓനാണ് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇതാണ് ദുനിയാവ്. ഇതാണ് വഞ്ചന. ഈ ചതിയിലാണ് മനുഷ്യരെല്ലാവരും. ഇതൊക്കെ എത്ര പറഞ്ഞു കഴിഞ്ഞിട്ട് ആ കാര്യം അമ്മ എങ്ങനെ പറയണെങ്കിൽ ദുന്യ ഇല്ല മത്താവൂ. മനസ്സ് വെച്ച് ബന്ധപ്പെടാൻ പറ്റുന്ന സാധനമല്ലിട്ട് ദുനിയാവ്. ദുനിയാവ് പറഞ്ഞാൽ വേറെ എന്തോ സാധനമല്ല. നമ്മളെ കച്ചവടം, നമ്മളെ കൃഷി, നമ്മളെ ഭാര്യ, നമ്മളെ മക്കള്, നമ്മളെ ജോലി, നമ്മളെ പരിപാടി, ഇതന്നെയാണ് ദുനിയാവ് പറഞ്ഞത്. അല്ലാണ്ട് ദുനിയാവ് പറഞ്ഞാൽ വേറെ സാധനമൊന്നുമില്ല. ഇതിലൊക്കെ നമുക്ക് ചതിയുണ്ട്, ഇതിലൊക്കെ നമുക്ക് വഞ്ചനുണ്ട്. അതുകൊണ്ട് ഇന്നെ മറന്നു കഴിഞ്ഞാൽ പോയി നിങ്ങളെ ജീവിതം. ആര് പറയുന്നത്? ഭാര്യന്റെ കൂട്ടത്തിലുള്ള ജീവിതത്തിന്റെ സുഖം കണ്ടിട്ട് അള്ളാനെ മറന്ന് സുനീസ്കരിച്ചാൻ പോയില്ല, ഒരു അമലിനും പോയില്ല. മരിമയ്ക്ക് വരെ കയറിയതാണ്. ഭാര്യയോട് ഇങ്ങനെ സൊല്ലി വർത്താനം പറഞ്ഞിങ്ങനെ നിൽക്കാണ്. വിശാപം കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് അവൻ വരും. മാഷാഅല്ലാഹ് നല്ല ലൈഫാണെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അവന് വേണ്ടി ഒന്ന് നരകത്തിന്റെ തീ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിച്ചുകൂടി സെറ്റപ്പുള്ള നല്ല ഡെക്കറേറ്റഡ് ഷോറൂം, അതിലിങ്ങനെ കിരീന കസേലയിലിരുന്ന് ഇങ്ങനെ ഫോണൊക്കെ ചെയ്യുമ്പോൾ ഒരു റാഹത്തുണ്ടാവും എന്നീ സാധു വിചാരിക്കാണ്. ദൂരാൻ തൊട്ടുമ്പോൾ പള്ളിക്ക് പോകാൻ ഇവനോട് കഴിയില്ലെങ്കിൽ അവൻ ഈ എലി കുടുങ്ങിയ മാതിരി കുടുങ്ങിക്കിടക്കുക. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ പറ്റില്ലെങ്കിൽ ദുനിയാവിന്റെ ചതിയിൽ കുടുങ്ങി എന്നാണ്. ഇതാണ് അള്ളാഹ് പറഞ്ഞത് വമൽ ഹയാത്തി ദുനിയ ഇല്ലാ മതാഉ. അതുകൊണ്ട് ഭൗതിക ജീവിതം വഞ്ചനന്റെ ചെറുക്കാണെന്ന് അള്ളാഹ് പറഞ്ഞുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല, നമ്മൾ കുടുങ്ങി. അതുകൊണ്ട് നിങ്ങൾ ദേഹത്തേക്ക് അടുപ്പിക്കാതെ കൊണ്ടെടുക്കുന്ന പണിയാണ് ആർക്ക്? മനസ്സ് വെച്ച് ബന്ധപ്പെടാൻ പറ്റില്ല. ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല? അത് എന്നാൽ തോളിൽ വെച്ച് വെക്കാൻ പറ്റില്ല. വെച്ചാൽ അവൻ കുടുങ്ങും. ഇവിടെ ഇപ്പൊ തോളിൽ വെക്കാത്തവരായിട്ട് ആരുമില്ല. അതുകൊണ്ട് തോളേതാ എവിടെ വെക്കേണ്ടത് ഇപ്പോൾ നമുക്കറിയില്ല. ആൾക്കാർ മൊത്തം അതിന്റെ മേലെ അള്ളിപ്പൊട്ടി കുടുങ്ങി കിടക്കാൻ. വയസ്സായ ആൾക്കാർ വരെ 85 വയസ്സുണ്ടാവുന്ന ഒരാള് ഷോപ്പിൽ കൗണ്ടറിൽ വന്നിരിക്കുന്നു. 85 വയസ്സിന് അത്തും കുത്തൊക്കാവില്ല. 85 വയസ്സായാലും പക്ഷെ പൈസ ഒക്കെ കറക്റ്റാണ്. ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾക്ക് 105 വയസ്സിൽ ഈ ബുദ്ധി ഓർമ്മയില്ല, നിങ്ങൾ വന്നിരിക്കും.
ഇതൊക്കെ വിട്ടു പോകാനതിന് പള്ളിയിലോ പുഴയിലോ പറമ്പിലൊക്കെ പോയി നിൽക്കി. കറക്റ്റ് സ്കെച്ചിനാളാണ്, താജ് സ്കെച്ചിനാളാണ്. ഞങ്ങളെ ദീനില്ലാത്ത മനുഷ്യനൊന്നല്ല, നല്ല ദീനിയാ മനുഷ്യനാണ്, എനിക്ക് ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ മനുഷ്യൻ അന്ന് ഞാൻ ആലോചിച്ചത്, ഇത് എത്ര വയസ്സായാലും എന്ത് ചെയ്യും, മനുഷ്യൻ അതിന്റെ ബാക്കിലുണ്ടാവും. കാരണം അങ്ങനത്തെ വിഷമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് MDMന്റെ അഡിക്റ്റായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പ്രശ്നം വരുന്നത്. നമ്മൾ അതിനേക്കാളും വലിയ ദുനിയാവിന്റെ അഡിക്റ്റായിട്ട് നിൽക്കുകയാണ്. ദുനിയാവിന്റെ അഡിക്റ്റായ കുഴപ്പമില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. MDMന്റെ അടിമാനേക്കാളും മോശമാണ് എന്തിന്റെ അടിമാലി നിങ്ങൾ പറയില്ല. ബൈ MDM അടിക്കണമെന്നറിയാം ഞാൻ ചെയ്യുന്നത് എന്താണ്, തെറ്റാണ്. മോൻ എന്തെങ്കിലും തോപ് ചെയ്യും. ദുനിയാവിന്റെ അഡിക്റ്റായ ആൾക്ക് തോപ് ചെയ്യാൻ കഴിയില്ല. ഇടക്കിടക്ക് പള്ളിക്ക് ചെല്ലണം കൊടുക്കുമ്പോൾ ഞാൻ പള്ളിക്കൊക്കെ കൊടുക്കാനല്ല നമ്മൾ ഈ അധ്വാനിക്കുന്നത്. മനസ്സിലായില്ലേ? 2 കോടി ഉണ്ടായാലും 10,000 രൂപ പള്ളിക്ക് കൊടുക്കുമ്പോഴാണോ ഇത് പറയുന്നത്? നമ്മളിങ്ങനെ പൈസ ഉണ്ടാക്കുന്നതുകൊണ്ട് പള്ളിക്കൊക്കെ കൊടുക്കാൻ പറ്റില്ലേ? പള്ളികളൊക്കെ നിലനിന്നില്ലേ, മദ്രസകൾ നിലനിന്നില്ലേ, ഉസ്താദന്മാരൊക്കെ നിലനിന്നില്ലേ, നീ നിലക്കില്ലേ? നമ്മളിങ്ങനെ അധ്വാനിച്ചിട്ട് അപ്പൊ എന്തായാലും ഇത് കയറല്ലേ എന്നൊക്കെ അങ്ങനെയൊക്കെയാണ് ശരിയാണ്. നമ്മളെ ഹൃദയം ദുഷിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ പള്ളി അനന്നിട്ട് എന്താ കാര്യം? നമുക്ക് അമ്മാവായിട്ട് ബന്ധമില്ലാതെ ഉണ്ടായിട്ട് എന്താ കാര്യം? അതുകൊണ്ട് സാറിനറിഞ്ഞ ദുനിയാവ് മനുഷ്യനെ കേട്ടോ, ദുനിയാവ് അതിന്റെ ചതി അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ശരിക്കും ഇതിനെപ്പറ്റി ഐഡിയ ഇല്ലായിട്ട്, ഇതിങ്ങനെ നമ്മളെ വലിച്ചു കൊണ്ടുപോകും. നമ്മളറിയാതെ ഇങ്ങനെ പോകും. എവിടെ എത്തുമ്പോൾ നമ്മൾ കുടുങ്ങാൻ നമുക്കറിയില്ല. ഇതിനൊരു അന്ത്യം ഉണ്ടാവും എന്തായാലും. ഒരു പുഴയിൽ ഒരു ശവം ഇങ്ങനെ ഒലിച്ചു പോവാണ്. ഒരു കഴുകൻ വിശന്നിട്ട് ഇങ്ങനെ അന്വേഷിക്കുന്നതിനിടയിൽ വെള്ളത്തിലൂടെ ഇങ്ങനെ പോണ ശവത്തിനെ കണ്ടു. ഭയങ്കര ദൂരത്തു നിന്നാണ് അത് കാണുന്നത്. അതിങ്ങനെ വന്ന് പതുക്കെ താഴ്ന്നിറങ്ങി ആ ശവത്തിന്റെ മേളത് ഇരുന്നു. പോയിന്റെ മധ്യത്തിലൂടെ പോണ ശവത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് ഇരുന്നപ്പോ തന്നെ താമരയെ. അപ്പൊ അതിങ്ങനെ പതുക്കെ പൊന്തിങ്ങനെ നിന്നു കുറച്ചേരം. എന്നിട്ട് അതിന്റെ കൂർത്ത നഖങ്ങൾ, കഴുകന്റെ കൂർത്ത നഖങ്ങൾ ആ ശരീരത്തിലേക്ക് അടുത്തിട്ട് കുത്തിയടക്കി അടിയിരുന്നു. അപ്പം വാരിലിന്റെ ഉള്ളിൽ കൂടെ നഖാര് പോയിട്ട് അതിന്റെ കുടുങ്ങിയപ്പം അതത് ചേർത്ത് കുടിച്ചു. ഇരുത്തര സെറ്റപ്പാക്കി. എന്നിട്ട് അങ്ങനെ കൊത്തി വലിച്ച് തിന്നാൻ തുടങ്ങി. ഭയങ്കര ടേസ്റ്റ് ലഭിച്ചു. കഴുകൻ അങ്ങനെ തിന്നു. കുറച്ച് കഴിയുമ്പോൾ മടുത്തു. അപ്പൊ അത് പരിസരത്തൊക്കെ നോക്കി, ഏതെങ്കിലും കഴുകൻ പട്ടിനെടുക്കുന്നുണ്ടെങ്കിൽ അവന് സിഗ്നലോട് തിരക്കാൻ നേരിച്ചു. ആരും കാണില്ല. പിന്നെ എനിക്ക് ഇത്ര വലിയൊരു നല്ല ഫുഡ് കളയാനാണെങ്കിൽ തോന്നുന്നില്ല. അങ്ങനെ മൂപ്പരെങ്ങനെ കുറച്ച് എമ്മിൽ ഇരുന്ന് ഇങ്ങനെ തിന്നാണ്, ഇങ്ങനെ തിന്നു പോവാണ്. അപ്പൊ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാല്, ഇതിപ്പോ ഒരു പുഴയാണെങ്കിൽ ഇതിന്റെ ഫുൾ ഷട്ടർ, അതൊരു ഷട്ടർ, ഇതൊരു ഷട്ടർ, അത് അടിച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. വെള്ളം ഇവിടെ ബ്ലോക്ക് ആകുകയാണ്. ഈ ഭാഗത്ത് മാത്രം ഷട്ടർ തുറന്നിട്ടുണ്ട്. അപ്പൊ ഈ ഫുൾ പുഴ ഇതിലൂടെയാണ് ഒഴുകുന്നത്. അപ്പൊ അതിന്റെ പില്ലറുകൾക്ക് തകരാറ് സംഭവിക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളം ഇങ്ങനെ ചാടുന്നിടത്ത് വലിയ വലിയ കല്ലുകൾ കൊണ്ടുപോയിട്ടുണ്ട്. മണ്ണും മറ്റൊന്നും പോയിട്ട് വെള്ളം പോകാതിരിക്കാൻ ആ കല്ലിനാണ് ഈ ഫോഴ്സ് വന്ന് വരുന്നത്. അപ്പൊ അതിങ്ങനെ അവിടുന്ന് വന്ന് ശവം പതുക്കെ ഈ ദിശയിലേക്ക് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. അപ്പൊ അവിടെ ഇങ്ങനെ വെള്ളം ചാടുന്നതിന്റെ ശബ്ദം കേട്ടു. അപ്പോഴാണ് കഴുകൻ ശരിക്കും ഞാൻ പുഴയിലുള്ളത്, ഞാൻ ശവത്തിന്റെ മുകളിലുള്ളത് എന്ന് പറഞ്ഞു വെള്ളത്തിന്റെ ശബ്ദം കേട്ടപ്പോഴേക്കും രക്ഷപ്പെടാനുള്ള മാർഗം അന്വേഷിച്ചു. അപ്പൊ എന്താ സംഭവിച്ചാൽ അത്യാവശ്യം നല്ലോണം തിന്നിട്ട് എന്തായിട്ടുണ്ട്, നല്ലോണം വയറിറങ്ങാൻ വിചാരിച്ച സ്പീഡിൽ നീക്കാൻ കഴിയില്ല, അതായത് പൊന്താൻ കഴിയില്ല. പിന്നെ ഇതൊക്കെ വേറിലൊക്കെ ഇതിന്റെ ഉള്ളിലിട്ടിട്ട് പിടിച്ചതാണ്. അപ്പോഴേക്കും അത് അതിനുള്ളിൽ ഞാൻ പോയി. അതിനുള്ളിൽ ആ ഒഴുക്കിൽ കടപ്പെട്ട് വെള്ളത്തിന്റെ അടിയിലായി. 2 കറക്ക് ഇറക്കി ഒരു കല്ലിൽ കൊണ്ടുപോയി തല അടിച്ചു. എന്നിട്ട് കറക്കി അടിച്ചിട്ട് പിന്നെ കുറച്ച് ഞങ്ങളുടെ പോയിട്ട് പൊന്തുന്നത്. അപ്പം എത്ര ശവമായി? 2 ശവമായി. ആ കഴുകൻ അറിയില്ല ഇതിവിടെ ഇങ്ങനെ ഒരു ചതിയുണ്ട്. അതാ തിന്നുന്ന ഹരത്തിലൊക്കെ മറന്നുപോയതാണ്. ഇതേ അവസ്ഥയിലാണ് ഈ പള്ളിയിൽ ഇരിക്കലും ഞാനും നിങ്ങളുള്ളത്. ദുനിയാവാവണ വസ്തുക്കളെ മീഡിയ, കച്ചവടം, ബ്രാൻഡ്, കമ്പനി, അത് ഇതെന്നൊക്കെ പറഞ്ഞ് അതിൽക്കിങ്ങനെ നഖം കൂട്ടിയിറക്കി അതിങ്ങനെ കുടിച്ചിട്ട് അതിലിങ്ങനെ തിന്നോണ്ടിരിക്കണം. അങ്ങനെ ഇതാണെങ്കിൽ ഇങ്ങനെ ഒഴുകുണ്ട്. ഏത് 2025 കഴിഞ്ഞ് 2026 ഇന്ന് കുറച്ച് കഴിഞ്ഞാൽ കളക്ടർ ഫീ കൊണ്ടുവരും, അതവിടെ തൂക്കും. പിന്നെ പറയുമ്പോൾ 1 കൊല്ലം പോയില്ല എന്നൊക്കെ പറയും. കേരളത്തിൽ BK 5369 ഇന്നോവ ഒന്ന് മാറ്റി കൊടുത്തേക്ക്. ഇതിന്റെ മുകളിൽ നമ്മളിങ്ങനെ പോവാണ്, ഇതിന്റെ മുകളിൽ. പക്ഷെ നമ്മൾ അറിയില്ല. കച്ചവടം ചെയ്ത് ഇങ്ങനെ പോയ പെട്ടെന്ന് ഷോക്കായി, പെട്ടെന്ന് അറ്റാക്കായി.
ഭക്ഷണം കഴിക്കുമ്പോൾ ഛർദി, ദഹനക്കുറവ്. ഡോക്ടറെ കാണിച്ചു, അയാൾ മരുന്നുണ്ട് നോക്കി, ഗ്യാസായിട്ട് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് അങ്ങനെ 4-5 പ്രാവശ്യം ഡോക്ടറെ കാണിച്ചു, പ്രശ്നം പരിഹാരമായിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻഡോസ്കോപ്പി എടുക്കണമെന്ന്, എൻഡോസ്കോപ്പി എടുത്തു. അപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളുമായി തോന്നി. നിങ്ങൾ LMRI എടുത്താൽ LMRI എടുത്തു. അപ്പോൾ കുറച്ചുകൂടി പ്രശ്നം സങ്കീർണമായി. പിന്നെ ഒന്ന് ബയോപ്സി ചെയ്യണം തന്നെ, ഒന്ന് ബയോപ്സി ചെയ്തു, അയച്ചു ബോംബെക്ക്, തിരിച്ചു വന്നു. ആൾ ക്യാൻസർ ആണ് പറഞ്ഞു. 4th സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഇതിൽ നല്ല വൃത്തിയാക്കിയിട്ട് പണിയെടുക്കുക, പെട്ടെന്ന് സ്ട്രോക്ക് ആകാൻ കഴിഞ്ഞ. നമ്മളിതിനെ പറ്റി ഒറ്റ കാര്യം ഈ ഹരത്തിൽ ഇങ്ങനെ പോയിട്ടുണ്ട്, അറിയില്ല എപ്പോഴാണ് അത് വരുന്നത്. ഇത് ഒഴുകിന് നമ്മൾ അറിയില്ല. ഇപ്പൊ റമദാൻ നാളെ കഴിയും, നാളെ മറ്റന്നാളോട് കുട്ടിയിലും നിങ്ങൾ ആലോചിച്ചുകൊണ്ട് അടുത്ത റമദാൻ കഴിയും. നീക്കരീതിക്ക് അവരിക്കുന്ന ആൾക്കാർ, സ്ഥിരം വരുന്ന ആൾക്കാർ മിഞ്ഞാന്ന് തലാൻ പറയാൻ പോണമായിരിക്കും, ഓർമ്മണ്ട്. അടുത്തായി ഇതിങ്ങനെ പോവാണ്. ഇതാണ് ചതി എന്ന് പറഞ്ഞത്. ഈ ചതിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നത് നമ്മൾ തന്നെ മെനക്കണം. ഞാൻ ഇപ്പൊ എവിടെ എത്തിയത് നിങ്ങൾ ആലോചിച്ചു. എന്താ അമല നമ്മളതിനുള്ളത്? ഒരു ദുഹാസ്കരിക്കാൻ നമുക്ക് കഴിയില്ല, നമുക്കറിയാം. സാജുസ്കരിക്കാൻ നമുക്ക് കഴിയില്ല, നമുക്കറിയാം. കാരണം ഇത് പണി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ക്ഷീണിക്കുകയാണ്. എന്ത് പണിയാണ്? മീൻ വാങ്ങാനുള്ള പണിയാണോ? ഇവിടെ ചില പണിക്കൊക്കെ പോണ, കല്ലെടുത്ത് വെച്ചുകൊടുക്കാൻ പടവിന് പോകുന്നവരൊക്കെ ഉണ്ട്. തീർച്ച ഐറ്റങ്ങൾക്ക് ആ കിട്ടുന്ന 200-500 ഉണ്ട്. അതിനോട് അതിന് മീനൊക്കെ വാങ്ങാനുള്ളതാണ്. എല്ലാവരും അങ്ങനെയാണോ? പണത്തിന് മേൽ പണം ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും പോയി ജോയിൻ ചെയ്യണം. അവിടെയും ഇവിടെ ആ ബിസിനസ്സിൽ ഈ ബിസിനസ്സിൽ ഇവിടെ തന്നെ അത്യാവശ്യം ഓടാണ്ടെന്ന്. പിന്നെ അവിടെ പോയിട്ട് ദുബായിൽ തുടങ്ങി, ചിലർ കൽക്കത്തയിലും തുടങ്ങി, ചിലരൊന്ന് ഇവിടെ തുടങ്ങി, എല്ലായിടത്തും തുടങ്ങി. എന്നിട്ട് അവർക്കൊക്കെ പോണം. ഇതിലെന്താണ് ഉണ്ടായത്? തിന്നാനെന്താ തിന്നണത്? ആ തിന്നണത് ആണോ അല്ലേ? ആ സുഖം കണ്ടത് ഉണ്ടാവും. മക്കൾക്കൊക്കെ ഉണ്ട്. മക്കൾക്ക് ആരാ അവിടെ തേക്കാൻ പറഞ്ഞേ? നിങ്ങളെ ഗുജാറൊക്കെ കഴിഞ്ഞു പോകണ്ടേ? മക്കളെ ചെലവ് കൊടുക്കാൻ മാത്രം ഉണ്ടാക്കിയാൽ മക്കളെ പണക്കാരാക്കാൻ വേണ്ടി ഒന്നും ഉണ്ടാക്കാൻ നമ്മളെ ഏൽപ്പിച്ചില്ല. നമ്മൾ പണക്കാരാക്കാൻ വിചാരിച്ചു അമ്മമാർ പണക്കാരായിക്കൊള്ളുന്നു. അതെ, ഒരു നിർബന്ധമില്ല. വാപ്പുണ്ടാക്കിയ വലിയ പൈസ പറമ്പ് വിറ്റ് 50 ലക്ഷത്തിന് വിറ്റ്, എന്നിട്ട് 50 ലക്ഷം കച്ചവടത്തിൽ കൊണ്ടായിരിക്കും. ആദ്യത്തെ പൊട്ടി. ഇയാൾ 50 ലക്ഷത്തിന്റെ പറമ്പ് എന്തായി? ഇത് നടക്കുന്നുണ്ട്. മക്കൾക്ക് കച്ചവടമൊന്നും അറിയില്ല. പാപ്പന്റെ കിട്ടിയതാണ് വിൽക്കുക. ഇതിനു വേണ്ടി നമ്മുടെ സംസ്കാരം, നോമ്പും ദീനും അള്ളാനും മറന്ന് ജീവിക്കാം. നിങ്ങൾ ഒറ്റ കാലത്തിൽ ചതിയിൽ ആരപ്പെട്ട് കിടക്കുന്നത്, ഈ ദുരഭിമാനത്തിൽ ആരപ്പെട്ട് കിടക്കുന്നത്. വേറെ ആരെപ്പറ്റി ആലോചിക്കുന്നത്? അയാളങ്ങനെ, ഇയാളിങ്ങനെ. ഇന്ന് പറഞ്ഞ മുഴുവൻ സംസാരിക്കും ഓൻക്കല്ലേ? ഇതിനാർക്കല്ല. നമ്മളങ്ങനെ അറിയാം. ചിലപ്പോൾ ഇപ്പം തന്നെ ആലോചിക്കണം, അതുണ്ടായില്ല സാറോ റെക്കോർഡ് ചെയ്യുന്ന നോക്കട്ടെ എന്ന് പറയും. ഓന്റെ കാര്യത്തിൽ എപ്പോഴും ആരെ പ്രശ്നം? ഞാൻ നിങ്ങളോട് പറഞ്ഞ നിന്റെ കാര്യം പറയുന്നത്. ഞാനെങ്ങനെ ഈ ചതിയിൽ മരിക്കണമെങ്കിൽ കഴിച്ചിലായി പോയി കിട്ടാൻ ഞാൻ കഴിച്ചില്ലായി. കാരണം നിങ്ങളത് പ്രതീക്ഷിക്കുന്നുള്ളത്. നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുക, ഞാൻ ഈ ചതിയിലാണ് ഇതെന്ന് രക്ഷപ്പെടും. അല്ലാതെ ആ ചതിയിലാണെന്ന് ചിന്തിച്ചില്ല. എപ്പോഴും ചെയ്താൽ അങ്ങനെ പറഞ്ഞത്. ചതിയൊക്കെ കറക്റ്റിലുള്ളത്. ചതിയിലൊക്കെ ആരാള്? ഓരോ നല്ലല്ല, നമ്മളാണ് ചതിയുള്ളത്. നമ്മൾ രക്ഷപ്പെടുക. നമ്മൾ ആഖിറത്തിന് മുൻഗണന കൊടുക്കുക, ആഖിറത്തിലേക്ക് തിരിയാം. അതിന് ശേഷമുള്ള പണിയൊക്കെ മതി. ജമാഅത്ത് നിസ്കാരം നിസ്കരിച്ചിട്ട് അൽഹംദുലില്ലാഹ് എൻ്റെ വീട്ടിൽ കഞ്ഞികൂടി മുട്ടൂല, എൻ്റെ മക്കൾ പട്ടിണിയാവില്ല, ഞാൻ ഇശാന്തെങ്കിലും പോവാണെ പോയതൊക്കെ പോട്ടെ, ജമാഅത്ത് നിസ്കാരം കണ്ട് വരട്ടെ, കാരണം എനിക്ക് കവറിലത് ഉണ്ടാവുള്ളൂ. അങ്ങനെ നിലപാടെടുക്കുമ്പോഴേ നമുക്ക് ആഖിറത്തിലേക്ക് തിരിയാൻ കഴിയുള്ളൂ. അഖിലങ്ങൾ പോട്ടെ, കഞ്ഞി കുടിച്ചാൽ മതി. എന്താ പൈസ ഒക്കെ ഉണ്ടായില്ലല്ലോ. ഇപ്പൊ ഗ്യാസ് ഇട്ടില്ലെങ്കിൽ അടിച്ചുപൊളി സെറ്റപ്പിൽ ഫ്ലാറ്റുകളിലൊക്കെ ജീവിച്ചങ്ങളൊക്കെ കുടുങ്ങിക്കാണ്. അപ്പം അന്നൊക്കെ പറയേണ്ടത് എന്താ? പ്രശ്നമില്ല, കോടയിലാ മതി. എന്ത് വരും? ഫുഡ് ഗ്യാസല്ല. എവിടെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഓണോ ഇതാകണം. വേറെ ഓലെന്നെ കൂട്ടിപ്പോയി. ആര് ഹോട്ടലുകാരും കൂട്ടിപ്പോയി. ഗ്യാസും കഴിഞ്ഞാൽ ഈ ഫ്ലാറ്റിലുള്ള മക്കൾ എന്താ ചെയ്യുക? ഞങ്ങൾ ആലോചിക്കും. ഗതിയാണ്. കുറച്ചാൽ പരീക്ഷിക്കാതിരിക്കട്ടെ. എത്ര കൊണ്ടെന്ന് തുറന്നേട്ടെ. നമ്മൾ ആരും കുടുങ്ങരുത്. കാരണം മനുഷ്യന്മാരാണ്, പാവങ്ങളാണ്. ഒരരത്തിൽ ഇങ്ങനെ പോകണം. അതൊക്കെ ഭയങ്കര സെറ്റപ്പാണ്. ഇത് ഗ്രാമത്തിൽ നമ്മളൊക്കെയാണ് ഇപ്പൊ എവിടെത്തിയത് ഫ്ലാറ്റുകൾ നിലനിന്നിട്ട് കല്യാണം. ഞങ്ങൾ ഫ്ലാറ്റ് ആണ് താമസിക്കുന്നതൊക്കെ പറഞ്ഞാല് നല്ല പാകം ഉണ്ടാവും. ഞാൻ കരക്കൻകൂടിയാൽ പോയാല് കോയൽക്കിണറുവാണെങ്കിൽ റെഡിയായി. എന്ത് തുള്ളി വെള്ളം ഉണ്ടാവില്ല. മറ്റേ കാണാൻ തോളെങ്കിൽ കയറ്റി കൊണ്ടുവരാം.
നമ്മളൊറ്റ കാര്യം മനുഷ്യന് ഇപ്പൊ സൗദി അറേബ്യനെ പറ്റി ആൾക്കാർ പറഞ്ഞ കർണട് പോയാൽ എന്തായി? സൗദി അറേബ്യ ഞാൻ അവരോട് പറഞ്ഞു സൗദി അറേബ്യ അല്ല പോകും. ഇവിടെ കേരളം മലപ്പുറത്തും കറണ്ട് പോയാല് കഴിഞ്ഞ കഥ തിരുമ്പാൻ കല്ലില്ല അധികം പറയുന്നു. എന്ത് അലക്കാണ്ട് ഒരു കല്ലുണ്ടായിരുന്നല്ലേ പഴയ കാലത്ത്? അതില്ല. എന്താ കാരണം? വാഷിംഗ് മെഷീനാണ്. അലക്കാൻ കല്ലില്ല, ജ്യൂസ് മെഷീനാണ്. കൊട്ടക്കോരി കയറില്ല, മോട്ടറാണ്. മോട്ടറാണെങ്കിൽ പോലെ മറ്റേ മോട്ടർ ഏത് കോയൽ അങ്ങോട്ട് അറിയാം 2 ദിവസം കൊണ്ട് എന്ത് ദുനിയാവ്. അതുകൊണ്ട് പോയി സ്വന്തത്തിനെ പറ്റി ഒന്ന് ആലോചിച്ച് ഇതൊന്നും മോചിതമാണ്. ഇതിങ്ങനെ അട്ടിക്കട്ടിക്ക് ഉണ്ടാക്കണ്ട. അതിന്റെ അർത്ഥം ഇയാൾ നിങ്ങൾ കച്ചവടം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇസ്ലാം അങ്ങനല്ല പറഞ്ഞ ഇസ്ലാം അങ്ങനെ ഇസ്ലാം പറഞ്ഞ കച്ചവടം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഇസ്ലാം പറഞ്ഞ സഹാബാക്കളൊന്നും കച്ചവടവും വിചാരിച്ച് മരിച്ചാൽ നിന്നില്ല. ഓരോരോ ദീനിന്റെ പണിയെടുക്കും, ഓരോ ആശ്രത്തിലേക്ക് ഒരുങ്ങും. അള്ള കൊടുക്കാനുള്ള ദുനിയാവ് ഇങ്ങനെ അള്ള ഇങ്ങനെ കൊടുത്തുകൊടുക്കും. അബ്ദുറഹ്മാൻ റളിയല്ലാഹു മക്കയിൽ മണക്കാരനായിരുന്നു. ബാക്കി കുറെ സഹാബാക്കളുണ്ട് മക്കത്ത് നിന്ന് ഹിജ്റ പോയി. ഹിജ്റ പോകുമ്പോൾ എല്ലാവരും ബറാബറാണ്. ആണോ അല്ലേ? കാരണം ആരെയും വലിയ കാര്യമായിട്ട് പൈസയൊന്നുമില്ല. ഇനി പോയിട്ട് മദീന പോയിട്ട് എല്ലാവരും കച്ചവടം തുടങ്ങാണ്. അപ്പൊ എന്താ കുറെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഉണ്ടാണ്ടേ? മദീനയിലെത്തിയോ അപ്പോഴും ആരെന്നാ പൈസക്കാരന്? അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ പൈസക്കാരനായി, വേറെ ആരും ആയില്ല. അപ്പൊ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ ടെക്നോളജി ഉണ്ടാ അല്ലെങ്കിൽ ആദ്യ പൈസക്കാരനല്ലല്ലോ എല്ലാവരും. അദ്ദേഹത്തിന് ഒരു വലിയ സമ്പന്നനാണ് സംസാരത്തിന് ഏൽപ്പിച്ച് അവരെ പറഞ്ഞിട്ട് അതൊന്നും വേണ്ടാന്നാ പറഞ്ഞത്. കാരണം അയാളുടെ കാര്യമാക്കിട്ട് തുടങ്ങിയതുമല്ല. മൂപ്പര മാർക്കറ്റ് പോയി കുറച്ച് പാൽക്കട്ടി ഇട്ട് കുറച്ച് വിറ്റിട്ട് പിന്നെ അള്ളാഹു തആല മൂപ്പർക്ക് കൊടുക്കാൻ തീരുമാനിച്ചെന്നേ പറയാൻ പാടുള്ളൂ. ഉസ്മാൻ റളിയല്ലാഹു പൈസക്കാരനായി. കാരണം ഓലൊക്കെ ഇവിടുത്തെ പൈസ കൊണ്ടേക്ക് ഓരോ കാർഡുണ്ടായിരുന്നു. ഇവിടുത്തെ ഫണ്ട് അവിടെ നീക്കാൻ ട്രാൻസ്ഫർ ചെയ്താണെന്ന് പറയാൻ പറ്റില്ല. അത് ഫണ്ടില്ല. അള്ളാഹു തആല പണക്കാരനാക്കാൻ വിചാരിച്ചാൽ ആക്കും. ദീനത്തെ ജീവിച്ചതിനെ വിചാരിച്ച് തടസ്സമൊന്നും ഉണ്ടാവില്ല. ദീനത്തെ ജീവിച്ചതിന്റെ പേരിൽ തടസ്സമൊന്നും ഉണ്ടാവില്ല. നമുക്ക് അങ്ങനെ ബേജാറായി കഴിഞ്ഞു. എന്നോടൊരു അടുത്ത സമയത്ത് ഒരു പണിക്കാരൻ ഒരാൾ വന്നു. അയാളെ ബിൽഡിങ്ങിൽ അയാളൊരു കച്ചവടം ചെയ്യുന്നു. അപ്പൊ അവിടെ കുറെ സ്റ്റാൻഡറും മുണാപ്പും ഒക്കെ ഉണ്ട്. അപ്പൊ അടുത്ത 2-3 പയ്യന്മാര് ആയുധപൂജക്ക് ഇതാക്കണം. അപ്പൊ അയാളാണ് നിങ്ങൾക്ക് അതിൽ വിശ്വാസം നിങ്ങൾ എന്തായാലും ചെയ്യുമാണ്. ഈ സ്റ്റാൻഡർ സാധനമൊക്കെ ആരുതാണ്? ഇന്റേതാണ്. എനിക്കാണ് അതിൽ വിശ്വാസമില്ല. അപ്പൊ നിങ്ങളെ സ്റ്റാൻഡറോ പ്ലെയറോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വീട്ടിലില്ലെങ്കിൽ നിങ്ങളെ വെച്ചിട്ട് എവിടെ ചോദിച്ചാൽ ഞങ്ങൾ കൊണ്ടോട്ടെ ഇവർക്ക് അവർ നിങ്ങളോടുള്ള കത്തിയോ എന്തെങ്കിലുമൊക്കെ സാധനം എടുത്ത് നിങ്ങൾ ഇതായത് വിശ്വസിക്കും. എനിക്ക് എന്നോട് താല്പര്യമില്ല. ഏതോ 6-ാം നൂറ്റാണ്ട് പറഞ്ഞല്ല, ഇവിടെ അടുത്ത കാലത്ത് പറഞ്ഞാണ് ഈ തിരുമാലൊക്കെ നടന്നു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞതാണ്. അങ്ങനെ ചെക്കന്മാരെ പോട്ടിയിട്ട് ഇങ്ങനെ നിന്നൊക്കെ അതിന്റെ ആൾക്കാരാണ്. പക്ഷേ ഇങ്ങനെ നിന്ന് ഒരു വേറൊരു കേസ് വന്നപ്പോൾ ഒരു എന്ത് ചെയ്താണ് സമരം പ്രഖ്യാപിച്ചു. ഞങ്ങൾ തുറക്കൂല, അങ്ങോട്ടാക്കൂല. അയാളെ ആ ചെക്കന്മാരൊക്കെ വിളിച്ചു റൂമിലിരുത്തി. എന്നിട്ട് അയാളെ പേര് തന്നെ ഞാൻ ഇത് കണ്ടിട്ടല്ല എൻ്റെ കുട്ടിക്ക് കഞ്ഞി അരി വാങ്ങി കൊടുക്കാറുണ്ട്. എനിക്കിതിന് വാടകയും കൊടുക്കണ്ട. ഞാനത് കൂട്ടിക്കാൻ പോവാണ്. നിങ്ങൾ കണ്ട പോലെ കൂട്ടിയുടെ മനസ്സിലായി? നിങ്ങൾ കണ്ട പോലെ കൂട്ടി. എനിക്കിതിന് വാടക കൊടുക്കണ്ട, ഞാൻ കൂട്ടിയിട്ടാണ്. മനസ്സിലായേ? ഇത് കൂട്ടിയാലൊന്നായിട്ട് പോകാൻ ഞാൻ ഇത്രേ ആലോചിച്ചുള്ളൂ. കഞ്ഞിലോ ഇതൊക്കെ കുടിച്ചാണത് എനിക്ക് അള്ളാഹു വേറെ വൈകിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതൊന്നും കൊണ്ടുവന്നല്ല. അള്ളാഹിനെ അതിർത്തിപ്പെടുത്തുന്ന പ്രകടനം എന്നോടാവും. അത് കൂട്ടാണ് കൂട്ടിയിട്ട് ഞാൻ ഉറപ്പ് ഞാൻ കൂട്ടൂലെന്ന് വിചാരിച്ച് പറഞ്ഞതല്ല. അത് കൂട്ടിയാൽ എന്താ വരാന്നുള്ളത് എനിക്കറിയാൻ. നമ്മളൊക്കെ ആണെങ്കിൽ മുട്ടുകാലം വെച്ചിട്ട് കാരണം പോണല്ലേ ദുനിയാവാണ്. ഇത് പോയാൽ പിന്നെ ഇന്നത്തിനാ പറ്റുന്ന കാര്യം ഇത് അള്ളാഹു തആല കാൽമരിച്ചു കൊടുക്കും. ഇപ്പൊ കാൽമരിച്ച് തരാത്ത എന്തുകൊണ്ടാണ് പറഞ്ഞാൽ നമ്മളതിന്റെ ബാക്ക് പോകുമ്പോൾ പിന്നെ കാൽമരിച്ചാൽ കെട്ടിമറിഞ്ഞ് വീണു. നേലിന്റെ പിന്നാലെ പോയാൽ നേല് സ്പീഡ് പോയിക്കൊണ്ടിരിക്കും. പോകൂലെ എന്റെ നേല് ഇങ്ങനെ കാണുന്നുണ്ട്. ഞാൻ അതിനെ പിടിക്കാൻ പോണതനുസരിച്ച് ഞാൻ നടക്കുന്നതിനനുസരിച്ച് നേല് പോയിക്കൊണ്ടിരിക്കും. ഞാൻ തിരിഞ്ഞു നടന്നാൽ മതി. അതിങ്ങനെ പതുക്കെ വെയ്ത്തലിങ്ങനെ വന്നോളൂ. ദുനിയ ദലീലോക്കർ ടീച്ചറായ ബംഗ്ലവാലി മസ്ജിദ് ഉണ്ട് നിസാമുദ്ദീൻ, മർക്കസ് നിസാമുദ്ദീൻ. അവിടെ മൗലാന യൂസുഫ് റഹ്മത്തുള്ളാഹി ഹയാത്ത് സാബൊക്കെ എഴുതിയ അള്ളാഹുവരൊക്കെ കവർന്ന സർവത്തോ പറഞ്ഞാറാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ വന്നു, ഒരു ഖാൻ സാഹിബ്. അപ്പൊ അദ്ദേഹത്തിന്റെ പിതാവ് മൗലാന ഇലിയാസ് സാബ് റഹ്മത്തുള്ളാഹിയുടെ കാലത്ത് മർക്കസിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വന്നിട്ടുണ്ടാവുന്നൊക്കെ ചിന്തിച്ച് അദ്ദേഹം കുറച്ച് പൈസ ഏറ്റു.
ഹാൻസായി നല്ല വില്ലേജ് റമദാനിൽ ഇരിക്കില്ല. വില്ലേജ് റമദാനിൽ പറഞ്ഞു യൂസുഫ് റമദാനിൽ ഇരിക്കില്ല. യൂസുഫ് റമദാനിൽ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു അതിൽ നിങ്ങൾ വെക്കി ഇത് മർക്കത്തിന്റെ ചെലവിന് പള്ളിന്റെ ചെലവിന് എടുത്തോളിന്നാണ്. അപ്പൊ മൗലാന പറഞ്ഞു ഹം സിർഫ് മാൽ നഹീ ലേത്തെ ഹൈ ഹം ജാൻ കെ സാത്ത് മാൽ ലേത്തെ ഹൈ. നമ്മൾ വെറും പൈസ മാത്രം വാങ്ങില്ല, നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ നിങ്ങളുടെ ശരീരം കൊണ്ട് പുറപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്. വളരെ മുതൽ പുരുഷത്തിന് എനിക്ക് ഒഴിവില്ല, ഞാൻ ഭയങ്കര ബിസിയിലാണ് തിരക്കിലാണെന്നൊക്കെ പറഞ്ഞു. അത്യാവശ്യം വലിയ പൈസ ഉണ്ട്, ലക്ഷങ്ങളുണ്ട്. വളരെ നെയ്യിലെത്തി എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ അയാൾ മനസ്സിലായി ഇവിടെ കൊടുത്തിട്ട് കാര്യങ്ങൾ വലിയ മൗലാന്ന്. അങ്ങനെ അയാൾ പോയി കഴിഞ്ഞ് മൗലാന എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങാൻ വേണ്ടി നോക്കുമ്പോൾ മൗലാന്റെ 2 ഷൂസിന്റെ ഉള്ളിൽ ഇത് നിറച്ചിട്ടിട്ട് പോയി. ഏത് ഈ കെട്ടുകൾ പൈസനെ കെട്ട് ഷൂസിന്റെ ഉള്ളിൽ ഇട്ടിട്ട് അങ്ങനെ മൗലാന ഇറങ്ങി നോക്കുമ്പോൾ ഷൂസ് നടത്തിയുണ്ട്. മൗലാന കൂട്ടുകാരെ വിളിച്ചു, ആ വൈ ദേക്കൂന്ന് ഇതെന്താണ് നോക്കിയായിരുന്നു എന്നൊക്കെ നല്ല കണ്ടല്ലേ. അവൻ മൗലാന പറഞ്ഞു ഹം ദുനിയാ കോ ചോടെങ്കിൽ ദുനിയ ദലീൽ ഹോക്കർ ഹമാരാ ജൂത്തെ पर पड़ेगा. നമ്മൾ ദുനിയാവിനെ അള്ളാഹ് കണ്ടിട്ട് ഒഴിവാക്കിയാൽ അത് നിന്ദ്യമായിട്ട് നമ്മൾ ചെരുപ്പിൽ വന്നിട്ട് ഈ തരത്തിൽ നമുക്ക് അറിയാത്തോണ്ടാണ് നമ്മൾ അതിന്റെ ചെരുപ്പുമ്പോൾ പോയിട്ട് നക്കുകയാണ്. ആര് വലക്കത് കറന്ന ബനി ആദം എന്ന് പറഞ്ഞ ബഹുമാനിക്കപ്പെട്ട മനുഷ്യൻ ദുനിയാവിന് വേണ്ടി എന്ത് കൈക്കൂലിയാട്ടെ വ്യക്തമായിട്ട് അറിയാം. വലിയ പ്രോജക്ട് നടക്കണേ കൈക്കൂലി കൊടുത്താലും നടക്കുള്ളൂ. എന്നാലും പറയും കൈക്കൂലി നമ്മൾ പൈസ ഉണ്ടാക്കി പള്ളിക്കൊക്കെ കൊടുക്കാനുള്ളതല്ലേ, നമ്മളെ മക്കളെ പോറ്റാനുള്ളതല്ലേ എന്നൊക്കെ ഭയങ്കര മസാലൊക്കെ പറഞ്ഞിട്ട് അതിന് കൈക്കൂലി അതും പാറ്റൻ തള്ളലും മന ഉണ്ടാക്കലും എന്തൊക്കെയേ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിൽ ഞാൻ പോയി നക്കുകയാണെന്ന്. എന്നിട്ട് അവർ ദലീലായ നമ്മൾ നിന്യരായ. അതുകൊണ്ട് പോയി ദുനിയാവിന്റെ ചതി നമ്മൾ രക്ഷപ്പെടണം. ഞാൻ എന്തിനാ ഇങ്ങനെ പറഞ്ഞു തന്നാൽ ഇപ്പൊ നമ്മൾ മാഷാ അല്ലാഹ് ഒരു കാലത്തിലും ഒരു സമാധാനത്തിൽ കാണുന്നില്ലേ. എവിടെ പള്ളിയിൽ ഇത്തികാവലി നല്ല കാലത്തിൽ സമാധാനമായിട്ട് നോമ്പൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കണേ. നാളെ മറ്റന്നാൾ കഴിഞ്ഞാൽ ആ മൈതാനത്തേക്ക് ഏത് മൈതാനത്തേക്ക് ആ ചതിയുടെ വഞ്ചനയുടെ ആ മൈതാനത്തേക്ക് നമ്മൾ ഇറങ്ങാണ്. അത് എവിടെയെങ്കിലും പോയി തല വെച്ചാൽ നമ്മൾ കുടുംബത്തോ പിന്നെ അടുത്ത റമദാൻ വരുമ്പോൾ കയറാമെന്നാണ് നമ്മൾ വിചാരിക്കുക. അള്ളാഹ് നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. കയറിയില്ലെങ്കിൽ എന്തൊക്കെ അവസ്ഥ. അതുകൊണ്ട് ഇപ്പൊ തോപൊക്കെ ചെയ്ത് നമ്മൾ നല്ല അവസ്ഥയിലായിരുന്നു. അവിടെ പോണതിന് മുമ്പ് ഒരു നല്ല അവസ്ഥയിൽ ദുനിയാവിന്റെ ചതി കുടുങ്ങാതെ ഹലാലായ ഉപജീവനത്തിന്റെ വഴി നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. പൈസ വേണ്ടാന്നൊന്നല്ല, പൈസ എത്ര വന്നാലും നിങ്ങൾ എടുത്തോളൂ, അതിന് നല്ല അവസ്ഥ ചെലവാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ ദൈവം എന്റെ ഇലാഹി എന്ന് വിചാരിച്ച് അതിന് പാത്തു വെക്കാതെ അത് നമ്മൾ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളതൊക്കെ ചെലവാക്കിക്കൊണ്ടിരിക്കുക. അതനുസരിച്ച് ഇങ്ങനെ വന്നുകൊടുക്കുന്നത്. പോണ സമയത്ത് നമ്മളൊന്നും ഇല്ലാതായാൽ നമ്മൾ എന്തായി നമ്മൾ ഭയങ്കര ഭാഗ്യവാനായി. കാരണം ഹിസാബ് കൊടുക്കണ്ടല്ലോ ഇല്ല, നമ്മൾ ഹിസാബും കൊടുക്കണ്ടേ. അതുകൊണ്ട് ആലോചിക്കും അതുകൊണ്ട് ദുആ ചെയ്യും. പ്രശ്ന ഹലാലായ നല്ല ഉപജീവനം അതിന്റെ മേൽ മല്ലിക്കെട്ടാതെ ഒരു അള്ളാഹ് എളുപ്പത്തിൽ തരും അതൊക്കെ അള്ളാഹിനോട് ചോദിക്കുക. ഇനിയുള്ള ജീവിതം അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കാൻ ശ്രമിക്കുക. ദുആസ്കാരവും ഖുർആന്റെ തിലാവത്തും ഫർദിന്റെ മുമ്പുള്ള സുന്നത്തുകളും ഫർദും ഒക്കെ കൃത്യമായി ഇമാം ജമാഅത്ത് നിസ്കരിക്കുക. അത് നമ്മൾ തീരുമാനാക്കുക. അത് കഴിഞ്ഞിട്ടുള്ള എന്ത് ഇടപാടായാലും മതി. ഒരു നിസ്കാരം ജമാഅത്ത് ഒഴിവാക്കിയിട്ടുള്ള ഒരു ഇടപാട് എനിക്ക് വേണ്ടാന്ന് തീരുമാനിക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ദൃഢനിശ്ചയം ചെയ്യാം. അള്ളാഹ് നമ്മളെ കൂടുതലിനെ കബൂലാക്കുമാറാട്ടെ. ദുനിയാവിന്റെ ചതിയിലും വണ്ടിയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പടച്ചവനെ ഇഷ്ടപ്പെട്ട് അവന്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ നമ്മളിൽ സംതൃപ്തനായ അവസ്ഥയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഭാഗ്യവാന്മാരിൽ പടച്ചവൻ നമ്മളെല്ലാവരും